ഒരു ദിവസം രാവിലെ ഐ വാസ് പ്രാക്ടീസിങ്. Suddenly this thought came, what's the big deal about Mohanji? Why am I investing so much on maintaining a personality while it is temporary? It broke down, shattered to pieces. എനിക്ക് ആ ഡിപ്പെൻഡൻസി ഓൺ മൈ പേഴ്സണാലിറ്റി ഇല്ലാണ്ടായപ്പോൾ ഹ്യൂജ് ഫ്രീഡം കെയിം ഇൻസൈഡ്. What is something you want to tell about how to live a happy life? One of the factors which is very essential is self-belief. If you believe in yourself and you accept your changes, your growths, your feelings, your emotions, everything as it comes and goes, okay, this is what I am today, this is how it is. So the more you are in tune with yourself, life will become more and more effective. എന്തിനാണോ എന്തോ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ഒരു കാര്യവുമില്ല. How important is gratitude in life? Extremely important. When you wake up in the morning, first you should be grateful that you are alive. Yes. ഞാനിപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് ഡീൽ. സോൾ പർപ്പസിനെ കുറിച്ച് മോഹൻജിക്ക് എന്താ പറയാനുള്ളത്? ഗ്രോസും സട്ടിലും തമ്മിലുള്ള ഒരു യൂണിയനാണ് ലൈഫ്. അതായത് ഗ്രോസ് ബോഡി ഉണ്ട്, ഫിസിക്കൽ ബോഡി, മൈൻഡ്, ഇന്റലക്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഈ എനർജി മാറ്ററും കൂടി ചേരുമ്പോൾ വി കോൾ ഇറ്റ് ലൈഫ്. എനർജി മാറ്ററിൽ നിന്ന് വിട്ടു പോകുമ്പോൾ വി കോൾ ഇറ്റ് ഡെത്ത്. അതിനകത്ത് ഈ സോൾ ഫാക്ടർ ഇസ് ദ എനർജി ഫാക്ടർ. ഈ എനർജി ഫാക്ടറിന്റെ റോള് ഈ ലൈറ്റ് ബൾബിൽ ഇലക്ട്രിസിറ്റിയുടെ റോളാണ്. Because light bulb cannot shine by itself. It needs electricity. But electricity cannot shine by itself. It needs light bulb. See, നമ്മൾക്ക് ആകെപ്പാടുള്ള ക്യാപിറ്റൽ ടൈമാണ് എല്ലാ വ്യക്തികൾക്കും. അതുകൊണ്ടാണ് ഒരാളും പൂർ അല്ല എന്ന് ഞാൻ പറയുന്നത്. എവ്രിബഡി ഈസ് ബോൺ വിത്ത് വൺ ക്യാപിറ്റൽ കോൾഡ് ടൈം. ആൻഡ് ദാറ്റ്സ് ഓൺലി ക്യാപിറ്റൽ യു ഹാവ്. ഹൗ യു ഇൻവെസ്റ്റ് യുവർ ടൈം, വാട്ട് യു യൂസ് യുവർ ടൈം ഫോർ, ദാറ്റ് മേക്സ് യു ഓർ ബ്രേക്സ് യു. ഹായ്, എൻ്റെ പേര് സഹ്ല പർവീൻ. ഇന്ന് ഒരു അമേസിങ് എപ്പിസോഡാണ് മാസ്റ്റർ മൈൻഡ് ലെഗസിയിൽ. ഐ ഹാവ് എ വണ്ടർഫുൾ ഗസ്റ്റ് ഹിയർ. ഞാനൊരു സ്പിരിച്വൽ ഗുരു ആയിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷെ ആളുടെ അടുത്ത് ഞാൻ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം മോഹൻജിയെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹി സെഡ് എ ഫ്രണ്ട്. അപ്പോൾ എ ഫ്രണ്ട് 91 കൺട്രികൾ പ്രവർത്തിക്കുന്ന NGOs പ്രവർത്തിക്കുന്ന ഒരു അമേസിങ് പേഴ്സണാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത്. മോഹൻജിയോട് ഡയറക്റ്റ് ആയിട്ട് ബാക്കി നമുക്ക് ചോദിക്കാം. വെൽക്കം ടു ദി ഷോ മോഹൻജി. താങ്ക് യു സോ മച്ച്. Thank you. ഓക്കെ മോഹൻജി, എനിക്ക് എന്താ പറയുക, ഒരു പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്ന ഗസ്റ്റിൻ്റെ അപ്പുറത്ത് മോഹൻജി വാസ് ഓൾവേസ് വൺ ഓഫ് മൈ അമേസിങ് ഫ്രണ്ട്. അതായത് ഒരുപാട് കാലമായിട്ട് എനിക്കറിയാം. വല്ലപ്പോഴും വിളിക്കുമെങ്കിൽ കൂടി ആ വിളിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു ഇത്തിരി നേരം ഐ തിങ്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എസ്പെഷ്യലി എനിക്ക് ചിലപ്പോൾ വല്ല സങ്കടം വരുമ്പോഴോ വല്ല ഇമോഷണലി സാഡ് ആകുമ്പോഴൊക്കെയാണ് ഞാൻ മോഹൻജിക്ക് ഒരു മെസ്സേജ് അയക്കുക. അപ്പോൾ 95 കൺട്രികളിൽ ഇത്രയും അധികം പ്രവർത്തനമുള്ള ഒരാൾ, അതിൻ്റെ ഇടയിൽ സഹല യു ക്യാൻ കോൾ മീ എന്നൊരു മെസ്സേജും മേ ബി ഒരു 15 or 20 minutes വി ടോക്ക്. ആൻഡ് ഇൻ ദാറ്റ് ടോക്ക് ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് എന്താ പറയുക കാമിങ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് മെസ്സേജ് ഫ്രം യു. ആസ് എ പേഴ്സൺ എങ്ങനെയാണ് ഇപ്പോഴത്തെ മോഹൻജിയിലേക്ക്, ഫ്രം എ കോർപ്പറേറ്റ് ജോബാണ് വരുന്നത്, എങ്ങനെയാണ് ഇപ്പോഴത്തെ മോഹൻജിയിലേക്ക് എത്തിയത് ഫ്രം എ കോർപ്പറേറ്റ് ജോബ്? ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ആദ്യം പറയാം. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, see, those who stand by you, those who have integrity, yes, can always be trusted. ഒരു വ്യക്തിക്ക് ഇപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ഒന്നും വേണ്ടാത്തവരാ ആയിരിക്കും. നമ്മളല്ലാണ്ട് കാണുന്ന ട്രാൻസാക്ഷണൽ ഫ്രണ്ട്സ് ഒന്നും നിലനിൽക്കില്ല. അവരൊക്കെ വന്നു പോവും. പക്ഷെ ചില ആൾക്കാരുണ്ട്, they want nothing from you, they stand by you. അത് എൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. അതായത് ഞാൻ പല ടഫ് സിറ്റുവേഷനിലുള്ളപ്പോൾ there was nobody with me. So I make it a point that I stand by people when they need me. Wow. So there is nothing better you can give. Yes. Now, second about transition, it was gradual, organic. One point in time, I understood what money can buy. Because it was hard work, working in corporate, all the strains and drains. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഈസ് ദിസ് ഓൾ? ഇതിനൊക്കെ വേണ്ടിയാണോ ചെയ്യണേ? അതായത് ഹൗസ്, കാർ, ഫെസിലിറ്റീസ്, ഫ്ലെക്സിബിലിറ്റീസ്, ഇതെല്ലാം മാറ്റി വെച്ചാലും there was something missing. There is some intangible factor which you can't define. Because if you know it, then you will go for it. Yes. But you can't define that thing which is missing.
And then I understood it has to be something metaphysical. So physical to metaphysical ഒരു transition is both dangerous because so many things which you have collected may drop off or get disturbed, destroyed. And secondly, there's no guarantee what you will get. Yes. There's a big uncertainty. Yes. But I took the plunge. And so many friends left me, so many materials left me, positions left me. But what I gained after that was much stronger base, stability, and also to some extent that integrity which can be tangible in the world. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഫ്രം എ കോർപ്പറേറ്റ് ലൈഫ് ആയിരുന്നു ആ ഒരു ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. അത് ഒരു ട്രിഗർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ ഡെത്ത് ഓഫ് മൈ ഡോട്ടർ. ഓക്കെ. She died in a road accident Okay. in 2000. Okay. That's a time when I really asked the question, is this what life is? Why did she go? She was less than 5 years old. And I was already in my 30s. So I could have died. I've pretty much done life and seen the world, seen life. So, but there's no why. That is how it is. So, and who to ask? Who will answer? അപ്പം നമ്മൾ ഈ അൺസർട്ടനിറ്റീസിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഒരു മൗണ്ടൻസ് ഓഫ് അൺസർട്ടനിറ്റീസ്, ലൈക്ക് ഹൂ വിൽ ആൻസർ, ഹൂ ക്യാൻ സേ, ഹൂ ക്യാൻ പ്രിറ്റി മച്ച് എക്സ്പ്ലെയിൻ വാട്ട്സ് ഗോയിങ് ഓൺ. ദർ വാസ് നോ ബഡി. Then I understood you have to find it from within. Okay. The answer lies within. It's not outside. Outside there's nobody who has any clue about what's going on in anybody's life. That was a trigger to turn inward. Okay. And I must find it. And then in the bargain, I started practicing certain things. I connected within. And I kind of sank into a level of silence where there are no thoughts. Okay. When there are no thoughts, there is nothing to be. You are already that. So our state, there is a big amount of stillness and contentment. But again, you have to go out and work. So I was working in corporate continuously. But inside I was extremely still. പിന്നെ നമ്മൾ തുടങ്ങുമ്പോഴും ഇപ്പോൾ ഈ ഒരു ജേർണി കോർപ്പറേറ്റ് ലൈഫൊക്കെ വിട്ട് തുടങ്ങുമ്പോഴും അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഈ 91 കൺട്രീസിൽ നമ്മൾ എത്തും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇപ്പോഴും ഇല്ല അത്. ബിക്കോസ് ഇറ്റ്സ് ഓർഗാനിക്. See, I started practicing early in the mornings. Every day I used to wake up at 2:30 a.m. Even when I was sleeping at 12. ഒരു ആളും വിളിച്ചോണത്തൊന്നുമല്ല, 2:30 ആകുമ്പോൾ ഉണരും ഞാൻ. ഉടനെ തന്നെ പോയിട്ട് ഫുൾ ഒരു ബാത്ത് ചെയ്യും, അല്ലെങ്കിൽ കുളിക്കും. I'll take bath, whole bath. I had very short hair. So I used to take a head bath. So once you take a bath, then you don't have sleep anymore. Yes. Then I used to practice my practices all those days. അങ്ങനെ എല്ലാ ദിവസവും ഒരുപാട് കൊല്ലങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റെബിലിറ്റി വന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, വി വുഡ് ലൈക്ക് ടു ബി വിത്ത് യു. And they used to come to my house, visit my house, and I had nothing to tell them because I never learned anything. Okay. പക്ഷേ അവർ പറയും, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളുടെ അടുത്ത് ഇരുന്നാൽ മതി, എനിക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് വളരെ ബിസി, ഞാൻ ഒരു കൺട്രി ഹെഡായിരുന്നു ഒരു കമ്പനിയുടെ, വളരെ ബിസി ഷെഡ്യൂളും ലൈഫൊക്കെയാണ്. എന്നാലും ഇവർ വന്ന് വീട്ടിലിരിക്കും, അവർ മിണ്ടാണ്ടിരിക്കും, ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കില്ല. അങ്ങനെയുള്ള ഒരു ഇത് വന്നു. ദാറ്റ് സ്റ്റാർട്ടഡ് ഗ്രോയിങ്. പിന്നെ അത് ഗ്രോ ചെയ്തിട്ട് ഓരോ രാജ്യങ്ങളിലേക്ക് പോയി. പിന്നെ ഇൻ്റർനെറ്റ് ആ സമയത്താണ്, ഈ ഫേസ്ബുക്കും ഒക്കെ ആ സമയത്താണ് വന്നത്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് വീഡിയോസും പിന്നെ ഫേസ്ബുക്ക് പ്രസൻസും എല്ലാം വന്നു. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് കണക്റ്റിംഗ് ടു വാട്ട് ഐ എം സേയിങ്. ഞാൻ കൂടുതൽ പറഞ്ഞിരുന്ന അന്നത്തെ നോൺ വയലൻസ് ആണ്. അതായത് ആസ് എ മെത്തേഡ് ഓഫ് സ്റ്റിൽനെസ് ആൻഡ് സ്റ്റെബിലിറ്റി, അവോയ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് വയലൻസ് ഇൻ തോട്ട്സ്, വേർഡ്സ്, ആക്ഷൻസ്. ഇതാണ് ഞാൻ അന്ന് കൂടുതൽ എഴുതിയിരുന്നത്. അപ്പോൾ അത് ആൾക്കാർ ഒരുപാട് പേര് യൂത്തിനത് കണക്റ്റായി. കാരണം വയലൻസ് കംപ്ലീറ്റ്ലി വയലേറ്റ്സ് യു മോർ ദാൻ ദ വേൾഡ്. അതായത് നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരികയാണെങ്കിൽ നമ്മളാണ് സഫർ ചെയ്യണേ, പുറത്തെ ലോകം ചിലപ്പോൾ അറിയില്ലത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ആൾക്കാർക്ക് അത് കൂടുതൽ മനസ്സിലായി തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടത് മീനിങ് ഫുൾ ഫ്രണ്ട്ഷിപ്സ്, അല്ലെങ്കിൽ നോ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ഓൾ. അതായത് either you have meaningful friendships or nothing at all. അപ്പോൾ ഈ ഇപ്പോഴത്തെ യൂത്തിന് അങ്ങനെയാണ്. they need clarity, they need tangibility, അല്ലെങ്കിൽ they don't need it. So this was helping because I could be myself. I told them what I feel and they liked it.
ആൻഡ് ഇറ്റ്സ് ഗ്രൂ ടു ഓൾ ദീസ് കൺട്രീസ് 90+ കൺട്രീസിൽ അത് ഗ്രൂ ചെയ്തു. ഇപ്പം നമുക്ക് ഇത് ഈ രജിസ്ട്രേഷൻ ഓഫ് അമ്മു കെയർ ആക്ട് ഫൗണ്ടേഷൻ ഹാപ്പൻ ഇൻ 2003. Okay. Ammu died in 2000. പക്ഷേ I was not interested in any organization. പക്ഷേ the necessity to have a structure, because I'm handling public funds. So അതിന് ബാങ്ക് അക്കൗണ്ട് വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് then I started an organization. That grew to many countries. ഇപ്പം നമ്മൾ 31 രാജ്യത്ത് ആക്ട് ഫൗണ്ടേഷൻ ഉണ്ട്. ഹെഡ് ഓഫീസ് ഈസ് ലണ്ടൻ. പിന്നെ മോഹൻജി ഫൗണ്ടേഷൻ കെയിം ഇൻ 2010 and 11 because my teaching started growing. The other one was only charity work. This was completely the teaching. Basically, teaching is self-connection. Connect to yourself. That started growing and I had to put this in some place. Then I found Switzerland as the best place and we registered in Switzerland. അപ്പോൾ അങ്ങനെ 2 ഓർഗനൈസേഷൻ വന്നു. അത് രണ്ടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വളർന്നു. അപ്പോൾ ഇപ്പോഴും അത് ഫങ്ഷൻ ചെയ്യേണ്ടത് പോലെ. എനിക്ക് തോന്നിയൊരു കാര്യം, മോഹൻജിയുടെ ചുറ്റും ഞാൻ പ്രോഗ്രാംസിലൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ബിസിനസ്സുകാരാണ്. ഒരുപാട് പേര് ബിസിനസ്സുകാർ മോഹൻജിനായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അത്യാവശ്യത്തിന് 100 to 1000 crore ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ. സോ ഐ തിങ്ക് വാട്ട് ആർ ദേ സെർച്ചിങ് ഓർ വാട്ട് ദേ റിയലി വാണ്ട് ഫ്രം യു? ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്തേക്ക് ഐ തിങ്ക് ആസ് ബിസിനസ് പീപ്പിൾ, കുറച്ച് ബിസിനസ്സുകാരായിട്ട് വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ പീസ് ഓഫ് മൈൻഡ്, ഹാപ്പിനെസ് എന്നൊക്കെയുള്ള ബാലൻസ് പലപ്പോഴും പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ പല ആൾക്കാരും മറന്നു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് മോഹൻജിക്ക് എന്താ പറയാനല്ലേ? In one word, I would say effectiveness. I think all these people are looking for effectiveness. അതായത് വേസ്റ്റേജ് ഓഫ് ടൈം. നമ്മൾക്ക് ആകെപ്പാടെയുള്ള ക്യാപിറ്റൽ ടൈമാണ് എല്ലാ വ്യക്തികൾക്കും. അതുകൊണ്ടാണ് ഒരാളും പൂർ അല്ല എന്ന് ഞാൻ പറയുന്നത്. എവ്രിബഡി ഈസ് ബോൺ വിത്ത് വൺ ക്യാപിറ്റൽ കോൾഡ് ടൈം ആൻഡ് ദാറ്റ്സ് ഓൺലി ക്യാപിറ്റൽ യു ഹാവ്. ഹൗ യു ഇൻവെസ്റ്റ് യുവർ ടൈം, വാട്ട് യു യൂസ് യുവർ ടൈം ഫോർ, ദാറ്റ് മേക്സ് യു ഓർ ബ്രേക്സ് യു. അപ്പോൾ ഇതിൽ ഈ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ലെറ്റ് us look at ബിസിനസ്സുകാർ 2 levels. One are entrepreneurs, those who can start something out of nothing and they make it big. And there are people who run business who are kind of in a, they got something from somebody and they are retaining it or growing it. So the first part ഉണ്ടല്ലോ, ഈ entrepreneurs, first time entrepreneurs, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇഫക്റ്റീവ്നെസ് ഈസ് എ മസ്റ്റ്. ബിക്കോസ് അവർക്ക് ക്രെഡിബിലിറ്റി കാണിച്ചു കൊടുക്കണം, എന്നാലേ അവർക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ. മറ്റേ ആൾക്കാർക്ക് ഓൾറെഡി ആ കാര്യം പൂർവികർ സോൾവ് ചെയ്തിട്ടുണ്ട്. സംബഡി ഹാസ് ഓൾറെഡി മെയ്ഡ് ഇറ്റ് okay for them to have a stable stand. So for them it is a question of maintaining. So the equation are different here. So entrepreneur സംബന്ധിച്ചിടത്തോളം how do you maintain integrity? ഒന്ന് ഇഫക്റ്റീവ്നെസ് വേണം. അതായത് ചെയ്യുന്ന പ്രവൃത്തികൾ ഇഫക്റ്റീവ് ആവണം. സക്സസ് ആവണം എന്ന് പറയാൻ പറ്റില്ല, പല ഫാക്ടറി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഈ ചില ഇൻവെസ്റ്റ്മെന്റ് സക്സസ് ആവണമെന്നില്ല. ബട്ട് ഇഫക്റ്റീവ്നെസ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ഹാപ്പി. സി ദർ ഹാസ് ബീൻ എ ഗുഡ് അറ്റംപ്റ്റ് ആൻഡ് ഇറ്റ്സ് ടേക്കൻ ഇറ്റ് ഷേപ്പ്. ഇറ്റ് മേ ടേക്ക് ഫുൾ ഷേപ്പ് ടുഡേ ഓർ ടുമോറോ. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് ഇതിൽ പലപ്പോഴും ഈ ഫ്ലെക്സിബിലിറ്റി ഫാക്ടർ ഭയങ്കര കൂടുതൽ വേണം ഏത് ഓണ്ടർപ്രണേഴ്സിന്. അതായത് നമുക്ക് എവിടെയൊക്കെ റിജിഡിറ്റി വരുന്നോ അവിടെയൊക്കെ നമുക്ക് അടിയും വരും. അപ്പോൾ ഒരു ബിസിനസ് സക്സസ് ഇൻ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ഓണ്ടർപ്രണർ എന്നുള്ള ആൾ ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം എത്തിക്കലായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ചെയ്യുന്ന പ്രവൃത്തി എത്തിക്സ് ഇല്ല വിചാരിക്കോ, ആരെങ്കിലും പറയും യു ബിൻ ഡൂയിങ് തിങ്സ് നോട്ട് സോ ഗുഡ് ഓർ വി ഡോണ്ട് എഗ്രി വിത്ത് യു, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആ ക്രെഡിബിലിറ്റി, കമ്പനിയുടെ ക്രെഡിബിലിറ്റിക്കാണ് പ്രശ്നം. കാരണം ദ മാൻ ഹു റൺസ് ദ കമ്പനി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ക്രെഡിബിലിറ്റി. അപ്പോൾ അതിൽ പ്രശ്നം വരും. പിന്നെ നാലാമത്തെ അതിൽ കോൺഷ്യസ് ആയിരിക്കണം. കോൺഷ്യസ് ആണത് 3 ലെവലിലുണ്ട്. ഫസ്റ്റ് ഈസ് ദ മാനേജ്മെന്റ് ലെവൽ, സെക്കൻഡ് ഈസ് ദ പ്രൊഡക്ഷൻ ഓർ ദി സർവീസ്, ദ മിഡിൽ ലെവൽ ഓപ്പറേഷണൽ ലെവൽ, തേർഡ് ഈസ് ദി പൊസിഷനിങ് ലെവൽ, വേൾഡിൽ പൊസിഷൻ. ഈ 3 ലെവലിലും അവർ കോൺഷ്യസ് ആയിരിക്കണം. അതിൻ്റെ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കമ്പനികൾ നോക്കിയിട്ടുണ്ടോ, അവർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള പറ്റില്ല അവർക്ക്. കാരണം അവർ ഓൾറെഡി പ്രീ സെറ്റാണ്. എന്നിട്ട് അത് മാർക്കറ്റിനോട് ചേരുമെന്ന് നോക്കുമ്പോഴോ മാർക്കറ്റ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് ദീസ് പീപ്പിൾ ആർ സ്ട്രഗ്ലിംഗ്, ബാങ്ക്രപ്സിയിലേക്ക് പോകും. അങ്ങനെ എത്രയോ കമ്പനികളുണ്ട് റിജിഡിറ്റിയും കാരണം. അപ്പോൾ ഈ 3 ലെവലിലും ഇവർ നോക്കണം. അത് വേണം. അത് പുതിയ ഓണ്ടർപ്രണറെ സംബന്ധിച്ച് വളരെ കൂടുതലായിട്ട് വേണം. അത് ഈ സെക്കൻഡ് ലെവൽ ആൾക്കാർക്കും വേണം, ഇൻഹെറിറ്റേഴ്സിനും വേണം. 2 പേർക്കും വരേണ്ട ഒരു കാര്യമാണ് ഈ കോൺഷ്യസ് ആവുന്നത്. പിന്നെ ഒരു പോയിന്റും കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും ഒരു സംതൃപ്തിയും വേണം. കുറേ പേർക്ക് അതില്ല. അപ്പോൾ സംതൃപ്തി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം മെയിനായിട്ട്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ
നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കുന്ന ലെവലിലാവണം. യെസ്. രണ്ടാമത്തെ കാര്യം, ഈ ചെയ്യുന്ന പ്രവൃത്തികൾ പേഴ്സണലായിട്ട് എടുക്കരുത്. ദിസ് ഈസ് ഫോർ ദ സേക്ക് ഓഫ് കമ്പനി ഓർ ദ ഹോൾ ബിസിനസ് എംപയർ. ഒരു യൂണിറ്റ് അല്ലാത്തുള്ളവർക്ക് ബിസിനസ് എംപയർ. പക്ഷേ അറ്റ് ദ സെയിം ടൈം യുവർ ആക്ഷൻ ആൻഡ് യുവർ തിങ് ഈസ് നോട്ട് ഓൺലി യുവേഴ്സ്, ഇറ്റ്സ് കളക്റ്റീവ്. യെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ വരും. അപ്പോൾ എവറിബഡി ആർ ഓൺ സെയിം പേജ്. യെസ്. They are all taking care of this, and in the bargain taking it easy, and then the stress level is less, then you start enjoying it. യെസ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയും ഇതൊക്കെ ഇതിൽ ഭാഗമാണ്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ലെവലിൽ ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കില്ലേ, എനിക്ക് തോന്നാറില്ല ഇപ്പോൾ ഹൈ ലെവൽ ഓഫ് ഫ്ലെക്സിബിലിറ്റിയാണ് വേണ്ടത്. ഇപ്പോൾ പൈസ വെച്ചുകൊണ്ടിരിക്കുന്നത് ഡേഞ്ചറസ് ആണ്. കാരണം ഈ അഗൻസ്റ്റ് ഡോളേഴ്സും യൂറോയും ഇതൊക്കെ ഹെവിലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ പെട്രോൾ ഡോളറും ഒക്കെ അഫക്റ്റ് ആയിട്ടുണ്ടല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് എനിബഡി ഹൂസ് ഹാവിങ് കറൻസി ഇൻ ഹാൻഡ് മൈറ്റ് ബി വൾണറബിൾ, ഹൈലി വൾണറബിൾ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിലോ ഭൂമിയിലൊക്കെയാണ് ബാക്കപ്പ് ചെയ്യാൻ. ആവശ്യമുള്ള ലിക്വിഡിറ്റി വെച്ചിട്ട് ബാക്കി മെറ്റീരിയൽസിൽ, അതായത് ഇപ്പോൾ ഗോൾഡ് പോലത്തെ സിൽവർ മെറ്റീരിയൽ ഇടുക, അല്ലെങ്കിൽ ഭൂമിയിൽ. അത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അത് തന്നെ ഈ വാർ സോൺസിലൊക്കെ അതിന് പോലും വാല്യൂ വരില്ല. അതെ അതെ അതെ, അബ്സല്യൂട്ട്ലി. ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ് സാറ്റിസ്ഫാക്ഷൻ, അത് പലപ്പോഴും ആൾക്കാരുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഇല്ല. അതായത് ദേ മെയ്ഡ് എവറിത്തിങ്, മേ ബി ദ മണി അവർ ആഗ്രഹിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, സ്റ്റാറ്റസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ബട്ട് സംവെയർ ഇൻസൈഡ് ദ സോൾ ഈസ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ മോഹൻജിയുടെ അതിനൊരു ചൈൽഡ് ലൈക്ക് വണ്ടർ വേണം നമുക്ക്. കൊച്ചു കുട്ടികൾക്കിടയിൽ എന്ത് കിട്ടുമ്പോഴും വണ്ടർ, ഒരു ചൈൽഡ് ലൈക്ക് വണ്ടർ വേണം. വി ഷുഡ് നെവർ ഗ്രോ അപ്പ്. Maybe it sounds bizarre in business, but you should not. You should be able to experiment. You should feel that like being a child and being enthusiastic for nothing. ആ ആക്ഷനിലുള്ള enthusiasm വേണം. എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓൺ ക്രിയേഷൻ, റിസൾട്ടിലല്ല. പലപ്പോഴും ആൾക്കാർക്ക് സ്ട്രെസ് കൂടുന്നത് ഇന്ന റിസൾട്ട് വേണമെന്ന് ആദ്യം തീരുമാനിച്ചു. അവിടെ നോക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന കാര്യമാണ് ആദ്യം നമ്മൾ ത്രൂ ഔട്ട് ഓഫ് ദ വിൻഡോ. അതിന് പകരം വി ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ദ ക്രിയേഷൻ, ദ ആക്ടിവിറ്റി, ആൻഡ് ദാറ്റ് ഷുഡ് ബി എൻജോയബിൾ. അല്ല, അതിൽ ആ ക്രിയേഷൻ എൻജോയ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി യു ആർ കണ്ടന്റഡ്. ദെൻ ദ റിസൾട്ട്സ് വിൽ കം. സി വാട്ട് യു എമിറ്റ്, വാട്ട് യു ട്രാൻസ്മിറ്റ്, ദാറ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ ഒരു ഹാപ്പിനെസ് ഇൻ ക്രിയേഷനാണ്. So what gets reflected is success. അതിൻ്റെ ട്രാൻസ്ഫോംഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇത് ഈ കണ്ടന്റ്മെന്റ് ഫാക്ടർ നോബഡി ക്യാൻ ഗിവ് ഇറ്റ് ടു യു. യു ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. യു ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഒരു ലിറ്റിൽ ഗേൾ, ഒരു ലിറ്റിൽ ബോയ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, എത്ര പ്രായമുള്ള ആളാണെങ്കിൽ പോലും ആ ഒരാളെ നമ്മൾ കാണാൻ പറ്റിയാൽ ഐ തിങ്ക് വി ക്യാൻ ബി ഹാപ്പിയർ ഇൻ ലൈഫ്, അല്ലേ? അല്ല, വി ഹാവ് ബീൻ ദേർ, റൈറ്റ്? വി ബീൻ എ ചൈൽഡ് അറ്റ് വൺ പോയിന്റ്. വൈ ഡിഡ് വി ലീവ് ഇറ്റ്? സി, നോബഡി ലീവ്സ് ഇറ്റ്. Nobody leaves anything. See, നമ്മൾ ഒരു ഏജ് ആയി കഴിയുമ്പോൾ, ഇപ്പോൾ 50 ആയി, 60 ആയി, അല്ലെങ്കിൽ 40, 50, അപ്പോൾ then we decide that all the other ages are not important. It is important. Everywhere you have been building you. അപ്പോൾ നമുക്ക് ഒരിക്കലും എൻ്റെ 5 വയസ്സ് എനിക്ക് അത്ര വലിയ കാര്യമില്ല, അങ്ങനെ ഇല്ല. No time was wasted. Every bit. See, നമുക്ക് ടോട്ടൽ അബൌട്ട് 30,000 ഡേയ്സേ ഉള്ളൂ ഇവിടെ ആകെപ്പാടെ ഒരു ജീവിതത്തിൽ. അതിനകത്ത് ഏത് ദിവസമാണ് നമുക്ക് ഇഗ്നോറബിൾ? ഒന്നുമില്ല. സോ എവറിഥിങ് ഈസ് വാല്യുബിൾ, ഹൈലി വാല്യുബിൾ, ഹൈലി പ്രഷ്യസ്. ആൻഡ് ഇപ്പോൾ ഒരു ബിലോ 15 ഏജ് ആണ് ദ മോസ്റ്റ് ഫോർമേറ്റീവ് ഏജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ലൈഫ് വി ആർ ജസ്റ്റ് റിഫ്ലക്റ്റിംഗ് ദാറ്റ് ഏജ്, അല്ലെങ്കിൽ ദാറ്റ് ടൈം അൺടിൽ ദ ഹെൽപ്ലെസ് ടൈംസ് ഓഫ് ലൈഫ്. അതാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ how do you say that the first 15 years was wasted? Correct. Because whatever you have been at that time, in a magnified way, you are showing it, or you are positioning or projecting it to the world all your life. ആ ട്രോമാസും ആ സിറ്റുവേഷൻസും ആ ഫീലിങ്സും അല്ലെങ്കിൽ പ്രെജുഡിസസും ഒക്കെ എവിടുന്ന് കിട്ടി? അത് പലപ്പോഴും ഒരു 20 വയസ്സിൽ സംഭവിക്കുന്ന കാര്യം ആ വയസ്സിലാവില്ല ആദ്യം തുടങ്ങിയത്, അല്ലേ? അതാണ്. അപ്പം നമ്മൾ ദ എബിലിറ്റി ടു ക്രൈ, എബിലിറ്റി ടു ലുക്ക് ഇൻ ടു ദ ഐസ് ഓഫ് ദ പ്രോബ്ലം, ഇതെല്ലാം വരുന്നത് ആ സമയത്താണ്.
That's why childhood is a very powerful state. And remaining a child, not childish, remaining a child is a very important state also. ഓക്കെ. അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള പല ട്രോമകളും ഉണ്ടാവും. Wo- ഇത് ഹീൽ ചെയ്യാതെ ജീവിക്കുന്ന ആൾക്കാർ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ അവരുടെ പെയിൻ, അതായത് അവരെപ്പോഴും ചിലപ്പോൾ ആംഗ്രി ആവും, ദേഷ്യം പിടിക്കും, മറ്റുള്ളവരെ വേദനിപ്പിക്കും. പക്ഷെ ഇറ്റ്സ് നോട്ട്, ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യാണ്, ഇറ്റ്സ് നോട്ട് ആക്ച്വലി ദാറ്റ് ദേ വോണ്ട് ടു ഹേർട്ട് ദി അതർ പേഴ്സൺ, Correct. ബട്ട് ദേ ഹാവ് നോട്ട് ഹീൽഡ് ദെയർ Themselves. ഇൻസൈഡ് ട്രോമ. Yes. അത് അതിനെക്കുറിച്ചൊന്ന് പറയൂ. കറക്റ്റ്. അത് പക്ഷേ യു ഹാവ് ടു ഗോ ബാക്ക്. ഇപ്പം ഞാനൊരു പുതിയ ഒരു സിസ്റ്റം ഉണ്ടാക്കി ഇപ്പം അടുത്ത്. ദിസ് വാസ് ബ്രിങ്ങിങ് പീപ്പിൾ ടു ദോസ് ഏജസ്. And the trainer has to be very patient, because sometimes you have to stay in the age 3 for a long time, and the age 5 nothing. So where you have acquired those feelings, emotions, traumas, you have to go back and sort it out, and then release it, and then you go to the next level. So this is working wonderfully well in our organization now. അതിപ്പോൾ കുറച്ച് ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു 10,000 or 12,000 ആൾക്കാർ അത് ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു. കാരണം അവർക്ക് അത് വളരെ റിലീഫ് കിട്ടണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ ഒരു വ്യക്തി ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക വികാരം കാണിക്കുന്നു, അത് സൈൻ ഓഫ് ഇംബാലൻസ് ആണ് പലപ്പോഴേ. ഇപ്പോൾ ഒരാൾ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നു, റോഡ് റേജ് പോലെ, അതെ, ഫോർ നോ റീസൺ. അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഈ വ്യക്തിക്ക് സംഭവിച്ച ഒരു ട്രോമയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പം നമ്മൾ പലപ്പോഴും ആ വ്യക്തിയുടെ ആ എക്സ്പ്രഷൻ മാത്രമേ കാണുന്നുള്ളൂ, അതിൻ്റെ ബാക്കിലുള്ള ട്രോമ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കൂൾസിൽ 50% ഓർ മോർ ദർ ഷുഡ് ബി കൗൺസിലേഴ്സ്. കാരണം കുട്ടികളെ മനസ്സിലാക്കണം. അതെ, പഠിപ്പിക്കണ്ട. അതിപ്പോൾ ജപ്പാനിൽ കണ്ടില്ലേ, 5-6 വയസ്സിൽ വരെ ഒന്നും പഠിപ്പിക്കണില്ല. എറ്റിക്കറ്റ്സ് പഠിപ്പിക്കും, ഗുഡ് ബിഹേവിയർ, ഗുഡ് പ്രാക്ടീസസ്, അതേ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ആ ഫൗണ്ടേഷൻ അങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ടെക്സ്റ്റ് ബുക്സും ഒക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വ്യക്തി, നമ്മൾ ഈഗറായിട്ട് ഒരു കോമ്പറ്റീഷൻ ജയിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, ടു ലിവ് എ ലൈഫ് പീസ്ഫുള്ളിയാണ് പഠിപ്പിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഗ്രേറ്റ് സൊസൈറ്റി. കാരണം ആൾക്കാർ ഇങ്ങനെ സ്ട്രഗിളും സ്ട്രെസ്സുമായിട്ട് നിൽക്കില്ല. പിന്നെ എപ്പോഴും ദേഷ്യവും ആരെങ്കിലുമൊക്കെ അടിക്കണം എന്നാൽ അങ്ങനെ വരില്ല. സി, ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ഡിസ്ട്രോയ് എനിത്തിങ്, ബിക്കോസ് ഇറ്റ് ഹേർട്സ് യു. മറ്റുള്ളവർക്ക് അത്രയും ചിലപ്പോൾ ആവില്ല. ഇപ്പം നമ്മൾ ദേഷ്യപ്പെട്ട ആ വ്യക്തി അത് ചിലപ്പോൾ മറന്നു പോയിക്കും. നമ്മൾ മറക്കുമോ? ആ ട്രോമയും ആ ഒരു റിഗ്രറ്റും ഗിൽറ്റും ഒക്കെ നമ്മൾ കൊണ്ട് നടക്കണ്ടേ. അപ്പം ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തോന്നാറുണ്ട്. ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. മോഹൻജി പറഞ്ഞ പോലെ സ്കൂളുകളിൽ നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ക്ലാസ് ഇല്ല. അതെനിക്കൊരു ഭയങ്കര ഒരു കുറവായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി ഞാൻ 20 years ഒക്കെ മുതൽ സ്പിരിച്വൽ ബുക്സ് ആയിക്കോട്ടെ, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മകൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാനൊരു ഡോക്ടറല്ലേ, എനിക്ക് അസുഖം വരുമോ എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ വെൻ ഐ റിയലൈസ്ഡ്, ഞാനൊരു കൗൺസിലിങ്ങിന് പോയി, മോഹൻജിനെ വിളിച്ചു, സംസാരിച്ചു, അങ്ങനെയാണ് ഞാനിത് ഹീലായി തിരിച്ചു വരുന്നത്. ആൻഡ് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു റിയലൈസ് ദാറ്റ് നമ്മുടെ മൈൻഡ് ഈസ് നോട്ട് ഓക്കെ, വി ഗോട്ട് ടു ടേക്ക് സംതിങ് ടു ഡൂ ഇറ്റ് എന്നുള്ളൊരു കാര്യം. ലൈക്ക് ഫിസിക്കൽ ഹെൽത്തിന് ജിമ്മിൽ പോകുന്നു, പക്ഷെ ഒരു ദിവസം കൊണ്ട് ജിമ്മിൽ പോയാൽ ശരിയാവില്ല. ഒരു ദിവസം മെന്റൽ ഹെൽത്ത് നോക്കിയിട്ട് കാര്യമില്ല. അതൊരു ഹാബിറ്റ് ആക്കിയിട്ട് അതൊരു മെന്റലി സ്ട്രോങ് ആവാൻ മോഹൻജിക്ക് ഒരു അഡ്വൈസ് തരാനുള്ളത് എന്താണ്? ഇത് 100% കറക്റ്റാണ്. നമ്മൾ ഒരു കൺട്രിയിലും, ഞാൻ ഇത്രയും പല സ്ഥലത്തും ഇങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻ്റ്, ഓർ അറ്റ്ലീസ്റ്റ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ലൈക്ക് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. പോക്കറ്റ്സിലുണ്ടാവാം, പക്ഷേ ആസ് എ മെയിൻ സ്ട്രീം ഇത് നമ്മളിപ്പോഴും വളരെ ഒരു ചെറിയ ലെവലിലേ അത് പറയുന്നുള്ളൂ. ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ പിന്നെ ഞാനിപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് തീഹാർ ജയിലിൽ. അവർ ഈ പിന്നെ വിധി കഴിഞ്ഞവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുമുണ്ട് കോടതിയുടെ അത് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂ, അപ്പോൾ അവിടെ യോഗ, മെഡിറ്റേഷനൊക്കെ പല ഗ്രൂപ്പ്സ് വന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ പറയും ഇതൊന്നും ചെയ്യണ്ട, യോഗയും മെഡിറ്റേഷനും ഒന്നൊക്കെ വിടുമോ. അവർക്ക് ഏറ്റവും വലിയ പ്രോബ്ലം സെൽഫ് ഹേറ്റഡ് ആണ്. ദേ ഹേറ്റ് ദംസെൽസ്, സോ ദേ ഹേറ്റ് അതേഴ്സ്. അപ്പോൾ എനിക്ക് എന്നോട് ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ അവരെയൊക്കെ വെറുക്കണു. അപ്പോൾ ചില ആൾക്കാർ അവർ വന്ന് നമ്മുടെ ക്ലാസ് കലക്കാൻ നോക്കും, കാരണം അവർക്ക് ദേഷ്യം ഭയങ്കരമാണ്. അപ്പോൾ ഒരു സമയത്ത് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, ഒരു കാര്യം എന്നറിയാമോ, നിങ്ങൾക്ക് വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല, നിങ്ങൾക്ക്
പൊളിറ്റിക്കൽ പവറും ഇല്ല, കോണ്ടാക്റ്റും ഇല്ല. എന്തുകൊണ്ട്? അതെങ്ങനെ അറിയാം? നിങ്ങളിവിടെ കിടക്കുന്നതുകൊണ്ട് അറിയാം, അല്ലെങ്കിൽ ഇവിടെ കിടക്കില്ല. രണ്ട്, ഈ പൊളിറ്റിക്കൽ പവറും കോണ്ടാക്ട്സും ഉള്ള ആൾക്കാർ നിങ്ങളുടെ കൂടിയും ഇല്ല. അതെങ്ങനെ അറിയാം? നിങ്ങളിവിടെ കിടക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അതോടുകൂടി അവരുടെ സ്വഭാവം മാറി. എന്നിട്ട് അവർ പറഞ്ഞു പ്ലീസ് ഗൈഡസ്. അപ്പോൾ പറഞ്ഞു നോക്കൂ, നീ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, എനിക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്നാളെ കൊല്ലണം, അയാൾ കാരണം ഞാൻ ഇവിടെ, അങ്ങനെ വെറുപ്പും ദേഷ്യം. അപ്പോൾ പറഞ്ഞു ഓക്കെ, യു വിൽ കം ബാക്ക് ഹിയർ ആൻഡ് ദർ വിൽ ബി സ്പേസ്, ദർ വിൽ ബി ഫുഡ്, ബട്ട് യുവർ ലൈഫ് വിൽ ബി ലോസ്റ്റ്. The bargain is your life. Yes. This is what you want. If that is what you want, this is okay. Nobody, we are not against anything. അപ്പോൾ അവർ പറഞ്ഞു ദാറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം. അപ്പോഴാണ് ആ വെൻ യു ബ്രിങ് പീപ്പിൾ ടു ദാറ്റ് ലെവൽ ഓഫ് അവെയർനെസ്, ദാറ്റ്സ് എ ടൈം യു ടെൽ ദർ ഇസ് അനദർ ഓപ്ഷൻ, സക്സസ്. സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച്. ഇപ്പം നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടല്ലോ, അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടാണ്. ആൻഡ് സക്സസ് ക്യാൻ കം ഇൻ എനി ഫോം. It could be success in business, success in life, success in different dimensions. Yes. And that's your answer. അതോടുകൂടെ ഇവർ കംപ്ലീറ്റ് റിസെപ്റ്റീവായി. ആൻഡ് ദെൻ ദ ഹോൾ സെനാരിയോ ചേഞ്ച്ഡ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഈ എന്തിനാണെന്നറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, ഓ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ദെൻ വി വിൽ റിയലൈസ്, ഓ ദിസ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ടേക്കിംഗ് മീ എനിവെയർ. അപ്പോൾ അങ്ങനത്തെ ലെവലിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സാല ചോദിച്ച കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആണിത്. നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ആ ഫസ്റ്റ് മില്യൺ ഉണ്ടാക്കുന്നവരെ അവർ മറ്റേ എഫേർട്ടൊക്കെ എടുക്കും. ആ 1 മില്യൺ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും പിന്നെ അത് സ്പെൻഡ് ചെയ്യാനും ദൂർത്തടിക്കാനും, എന്നിട്ട് തിരിച്ച് ഗ്രാഫ് താഴെ വരും. അങ്ങനെ കണ്ടിട്ടില്ലേ? അതായത് ദേ ബിക്കം ഓവർവെൽംഡ്. അതേ സമയത്ത് ദർ ആർ സം പീപ്പിൾ, ദേ മേക്ക് എ മില്യൺ ആൻഡ് ദേ സ്പെൻഡ് സഫിഷ്യൻ്റ്ലി സോ ദാറ്റ് ദേ ആർ വെരി ഹാപ്പി. ഒന്നും സപ്രസ് ചെയ്ത് വെക്കുന്നില്ല, പക്ഷെ ദേ ആർ able to complete their life. അപ്പോൾ ഈ സെക്കൻഡ് ടൈപ്പ് ആൾക്കാർ ദേ ആർ മോർ സസ്റ്റൈനബിൾ, അല്ലെങ്കിൽ അവർ ദേ സസ്റ്റെയിൻ ദെയർ സക്സസ് ലോങ്കർ. മറ്റത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അങ്ങനെ കാണാം. വലുതാവും. ഇമോഷണൽ ഇന്റലിജൻസ് അതിൽ ശരിക്കും പ്ലേ ചെയ്യുന്നില്ലേ? അതായത് ദേ നോ ഹൗ ടു ക്യാരി ദെംസെൽഫ് ഫോർവേഡ്. അതർ പേഴ്സൺ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാവും. എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വേറെ ഉണ്ട്. ബിക്കോസ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് വേഴ്സ്റ്റ് തിങ് യു ക്യാൻ ഡു. ബിക്കോസ് ഹൂ വാണ്ട്സ് ടു സീ, അല്ലെങ്കിൽ ഹൂ കെയർസ്. ഇപ്പം ഞാനൊരാളോട് കാണിച്ചു ഞാൻ വലിയൊരാളാന്ന്, ഹി മേ തിങ്ക് ദിസ് ഈസ് എ ബോസ്റ്റ്, എ പൊമ്പോസിറ്റി എന്നുള്ള ലെവലിൽ കാണുകയുള്ളൂ. അവർക്ക് നമ്മളോട് പുച്ഛ തോന്നുക ചിലപ്പോൾ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ്. വി ഹാവ് നത്തിങ് ടു ഷോ ടു പീപ്പിൾ. നമ്മളെന്താണോ അത് നമ്മുടെ ലൈഫിലും നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് കാണിക്കേണ്ടത്, പിന്നെ പ്രാക്ടീസിലും. അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ സ്റ്റെബിലിറ്റി എന്ന സാധനമുണ്ട്. അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ വൺ തിങ് ഈസ് ദാറ്റ് വി ഹാവ് നത്തിങ് ടു പ്രൂവ് ടു എനിബഡി. Those who love us will love us anyway. Yes. And those who do not want to love us, whatever you show, they will still not love us. They will always be looking at us as not so important. So അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ when we are at something, that's the only thing you need to think about. The other things are all byproducts. ഇപ്പം നമ്മൾ ഒരു വർക്കിൻ്റെ മുകളിലാണ്. ഈ വർക്കിൻ്റെ പെർഫെക്ഷനാണ് നമ്മുടെ സക്സസ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻമെൻറ്റ്. മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ബൈ പ്രൊഡക്റ്റ് വരും. ഇപ്പം ഞാൻ ഒരിക്കലും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ആക്ടിവിറ്റി ഈ സ്കെയിലിൽ. ഇറ്റ് കെയിം. സോ ഐ എം കൈൻഡ് ഓഫ് ബിൽഡിങ് മൈ സെൽഫ് അപ്പ് ടു ഇറ്റ്. ഞാനൊരു ഹാർഡ് കോർ പേഴ്സണൽ പ്രൈവറ്റ് ഇൻട്രോവേർട്ടഡ്, ഇപ്പോഴും അതെ, അന്നും അതെ. ഞാൻ ആരെയും പോയി മീറ്റ് ചെയ്യാറൊന്നുമില്ല. ഇപ്പം ഈവൻ മിനിസ്റ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറി ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്യില്ല. അത് ജാട കൊണ്ടൊന്നുമല്ല. ഐ ഡോണ്ട് നോ വൈ ഐ ഷുഡ് ഡു ദാറ്റ്. ബിക്കോസ് അവരുടെ വർക്ക് ചെയ്യണു, അവർക്ക് വേറെ പല തിരക്കുകളുണ്ടാവും. ഇപ്പം ഞാൻ പോയി കണ്ടിട്ടുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഐ ഡോണ്ട് ആസ്ക് എനിത്തിങ് ഫ്രം എനിബഡി. അപ്പം നമുക്ക് കുറേ ലെവൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ടു പ്രൊജക്ട് മൈ സെൽഫ് ടു ഗെറ്റ് സം വിസിബിലിറ്റി, ഇറ്റ്സ് ലൈക്ക് ഡെത്ത്. വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ഐ കാൻ ഡു ദാറ്റ്. അതേപോലെ ഞാൻ അങ്ങോട്ട് പോയിട്ട് കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനൊന്നും ശ്രമിക്കാറില്ല. ദോസ് ഹു ആർ കമ്മിങ് ടു മീ, ഐ ടേക്ക് കെയർ ഓഫ്, ഐ ഹഗ് ദം ആൻഡ് ഐ മേക്ക് ദം പാർട്ട് ഓഫ് മൈ ഫാമിലി. എൻ്റെ ഫ്രണ്ട്ഷിപ്സൊക്കെ പേഴ്സണലാണ്.
That's more meaningful because then we can go together, grow together. യെസ് മറ്റത് ഒരുപാട് പേരെ കാണാൻ പോയി അവരെ ഡു യു നോ ദ പ്രൈം മിനിസ്റ്റർ, ഓഫ് കോഴ്സ് ഐ നോ ദ പ്രൈം മിനിസ്റ്റർ, അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇഫ് PM want to meet you, he will call you, അല്ലെങ്കിൽ he will send somebody said I want to see him. എക്സാക്ട്ലി. നമുക്ക് എന്തിന്, ഞാൻ പറഞ്ഞത് ജനറലി പറയാണ്. അതെ അതെ അതെ. So I don't look at how many contacts I have, and I don't ask anything from these contacts, or nor demand anything for the മെയിൻ്റനൻസ് ഫീ വളരെ കുറവാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പിന്. കുറേ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര മെയിൻ്റനൻസ് ഫീ ആണ്. To maintain it, you got to behave in certain way, otherwise they don't like you. Expectation ഇതെല്ലാം വളരെ കൂടുതലാണ്. അവിടെ ഈ ഒത്തൻറ്റിസിറ്റി ഭയങ്കര പവർഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി ഐ വോണ്ട് ടു ബി റിയലി ഒത്തൻറ്റിക്. പക്ഷേ ഒരു സമയം വരെ ഐ വാസ് ട്രൈങ് ടു പ്ലീസ് ലോട്ട് ഓഫ് പീപ്പിൾ ബിക്കോസ് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ഹേർട്ട് ദം. Correct. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് വെൻ ഐ സിറ്റ് ഐ എം ലൈക്ക് ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ ഐ എം ഫൈൻ, ഇഫ് യു ലൈക്ക് മീ ഐ എം ഫൈൻ. ആ ഒരു നമ്മളത് എവിടെ എത്തിപ്പോവെന്ന് തോന്നുന്നു. നമ്മളൊരു എന്തെങ്കിലും ഒരു തനത്തം വരും അത്. അതെ അതെ. Because there's no other way. How much you can please anybody, and what guarantee that they'll be pleased? എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല എന്നറിയുമ്പോഴാണ് നമ്മൾ ഐ തിങ്ക് നമ്മൾ ഉള്ളിലേക്ക് ഒന്നും കൂടി നോക്കുന്നത്. അല്ല, വേറൊരു കാര്യം, നമുക്ക് ഫോർ വാട്ട് ആർ വി പ്ലീസിങ് ദം? അതർവൈസ് ദേ ആർ പ്ലീസ്ഡ് ബൈ യുവർ പ്രസൻസ്. യുവർ വെരി പ്രസൻസ് പ്ലീസസ് ദം. ഓ, യു ആർ വിത്ത് മീ. ഞാൻ ആൾക്കാരോട് പറയണ്ടേ, വാട്ട് എവർ ഹാപ്പൻസ് ഐ വിൽ നെവർ ലീവ് യുവർ ഹാൻഡ്സ്. അത് സാലയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഐ നെവർ ലീവ് എനി, ബട്ട് ഐ ഡോണ്ട് കോൾ അപ്പ് പീപ്പിൾ, ഐ ഡോണ്ട് ചേസ് ദം. അപ്പോൾ എന്താ വെച്ചാൽ വെൻ യു കോൾ അപ്പ് പീപ്പിൾ ആൻഡ് ചേസ് ദം, ഇറ്റ്സ് ബോദറേഷൻ ഫോർ ദം, ആൻഡ് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. ഞാൻ എപ്പോഴും ഇൻട്രോവേർട്ടായിട്ട് ഇരുന്നിട്ടുള്ളൂ. ഒരാളെയും അതാ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എനിക്ക് എൻ്റെ അജണ്ടയിലേ ഇല്ല എനിക്ക് ഇത്ര ആൾക്കാരെ മീറ്റ് ചെയ്യണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, പൊളിറ്റിക്കൽ കണക്ഷൻ വേണം, ഫേവേഴ്സ് വേണം. നൺ ഓഫ് ദീസ് തിങ്സ് വിത്ത് മീ. വാട്ട് എവർ ഗ്രോത്ത് ഹാസ് ഹാപ്പൻഡ്. പക്ഷെ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കുമ്പോൾ മോഹൻജി എന്നുള്ളത് ഇന്നൊരു ബ്രാൻഡാണ്. ഇറ്റ്സ് എ ബ്രാൻഡ്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും യു ആർ എ ബ്രാൻഡ് ആൻഡ് യു ആർ ഇൻ ടു 91 countries. സോ ഹൗ ഡു യു മാനേജ് ഓൾ ദിസ്? വർഷത്തിൽ ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു സ്ഥലത്ത് പോകാന്ന് പറഞ്ഞാൽ പോലും 12 സ്ഥലത്തേ പോകാൻ പറ്റുള്ളൂ. സോ ഹൗ ഡു യു ഡു? I don't travel like that. Okay. Actually, ഒരു അമേരിക്കയിൽ പോയപ്പോൾ ഒരാൾ, I had a dentistry issue. So the dentistry was closed. So it was Sunday. So they came and opened it for me. And then I said I couldn't, because it was a thing which I had to do that day before I fly. Okay. So he said, Mohanji, wherever you are, we'll come and see you. So opening the dentistry is not a big deal. We will come and see you anyway. Okay. So our level of love is what I have earned from this world. അതിന് മെയിൻ്റനൻസ് ഇല്ല. അതിന് നമ്മളെ ഒന്നും എക്സ്ട്രാ ഓർഡിനറി ചെയ്യണ്ട. അപ്പോൾ എൻ്റെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ നോക്കിയിട്ടില്ലേ, ദേ ഓൾ എക്സിസ്റ്റ് വിതൗട്ട് മൈ ഡൂയിങ് സംതിങ്. അപ്പം ഞാനിപ്പോൾ എല്ലാ കൺട്രിയൊന്നും വിസിറ്റ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ ലാൻഡ്സ് ഉള്ളത് 14 രാജ്യത്താണുള്ളത്. അവിടെ എല്ലാം ഒന്നും പോവില്ല ഞാൻ. ചില സ്ഥലത്ത് പോവും, ചില സ്ഥലത്ത് പോവില്ല. അതും പർപ്പസിന് വേണ്ടിയേ പോകുള്ളൂ. ഐ ഗോ ഓൺലി ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ആൻഡ് അതർവൈസ് ഐ ഡോണ്ട്. പിന്നെ ബ്രാൻഡ് എന്ന് പറഞ്ഞല്ലോ, അത് ഒരു കാര്യമുണ്ട്, ഇഫ് യു ആർ നോട്ട് നോൺ യു ആർ നോട്ട് ഹേർഡ്. അതൊരു ലോകത്തിൻ്റെ നിയമമാണ്. വെൻ ദേ നോ യു ദേ ഹിയർ യു. ഇഫ് യു ആർ കംപ്ലീറ്റ്ലി അൺനോൺ യു ആർ ജസ്റ്റ് അനദർ ഫേസ് ഇൻ എമംഗ്സ്റ്റ് ദ 9 billion people. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണത്. when what I do is valuable to the world, it makes you a brand name or something which you can connect. അത് മോണ്ടിനിഗ്രോയിൽ ഒരു പത്രത്തിൽ എന്നെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നു. അതിൽ അവർ എഴുതിയത് എ ഫ്രണ്ട് ഹും യു ക്യാൻ ട്രസ്റ്റ് എന്ന ഹെഡിങ്. ദിസ് ഈസ് നോട്ട് വിച്ച് ഐ ക്രിയേറ്റഡ്, ദിസ് ഇസ് ഹൗ ദേ സീ ഇറ്റ്. അപ്പോൾ മെയിൻ്റനൻസ് വളരെ കുറവാണ്, ബിക്കോസ് ഇറ്റ്സ് ദ ബേസിസ് ഇസ് ലവ്. വെൻ ഇറ്റ് ഈസ് ഫിയർ, സി 2 ways you can collect people, through love or through fear. അതിൽ if it is fear, then it needs maintenance, otherwise they may go away. അത് ഞാൻ ഓർക്കണത് ഒരു ജൂലിയസ് സീസർ അല്ല, ഐ തിങ്ക് ഒക്ടേവിയസ് സീസർ ഓർ അഗസ്റ്റസ് സീസർ, അതിലെ ഓരോരാളാണ് ഫ്യൂ സീസേഴ്സിൽ. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ നെവ്യൂവിനോട് പറയാ, യു നോ വാട്ട്, ഐ എം എ വെരി കൈൻഡ് മാൻ. അപ്പോൾ നെവ്യൂ ചോദിക്കുന്നുണ്ട്, വൈ അങ്കിൾ, വൈ യു ആർ ടെലിംഗ് മീ ദിസ്, യു ആർ അലൈവ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഈ ത്രോണിന് ത്രെട്ടുള്ള എല്ലാവരും ഞാൻ കൊന്നു കളയുന്നതാണ്, പക്ഷേ ഞാൻ നിന്നെ കൊന്നിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയും, അങ്കിൾ, ദ ഹോൾ റോം ലവ്സ് യു, അവർ വേൾഡ് ലവ്സ് യു. അപ്പോൾ ഇയാൾ കുറച്ചു നേരം ആലോചിക്കും, എന്നിട്ട് പറയും, നോ, ദേ ഫിയർ മീ, ദിസ് ഈസ് ബെറ്റർ.
ഇതാണ് ഒരു ഡിക്റ്റേറ്ററുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് എടുത്തു നോക്കോ, നമുക്ക് ഒരാളെയും പേടിപ്പിച്ച് നിർത്താനില്ല, എല്ലാവരെയും സ്നേഹമാണ്. അപ്പോൾ ആ ലെവലിൽ വരുമ്പോൾ ട്രാൻസാക്ഷൻ ഇല്ല അവിടെ. ബിക്കോസ് വെൻ യു ബിക്കം ലവ്, ഓൺലി ലവ് യു ക്യാൻ ഗിവ്. വെൻ യു ആർ ഇൻസെക്യൂർ, ദെൻ യു ഹാവ് ടു ഗിവ് ദം ഫിയർ. അപ്പോൾ ആ കൺട്രോൾ വരണമെങ്കിൽ ഫിയർ വേണം. അതാണ് എല്ലാ ഈ സോഷ്യോ പൊളിറ്റിക്കൽ റിലീജിയസ് ലെവലിൽ എവിടെയെങ്കിലും ഫിയർ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കലും ഫിയർ ആവശ്യമില്ല, ഫിയറേ ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ ഇൻട്രാക്ഷനിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും വലിയൊരു ബോണ്ടിങ്. അത് ഇറ്റ്സ് എ ഗ്ലൂ. ലവ് ഇസ് എ ഗ്ലൂ വിച്ച് യുണൈറ്റ്സ് പീപ്പിൾ. അപ്പം നമുക്ക് പിന്നെയും കാണാൻ തോന്നും, പിന്നെയും ഇൻട്രാക്ട് ചെയ്യാൻ തോന്നും. പിന്നെ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ പറയണ്ട, ദേ നോ ദാറ്റ് ദർ ഈസ് സി കണക്ഷൻ ആസ് ഇൻറ്റഗ്രിറ്റി. ആ ഇൻറ്റഗ്രിറ്റി ബ്രിങ്സ് റെസ്പെക്റ്റ്, കൺസിസ്റ്റൻസി, ഇൻറ്റഗ്രിറ്റി, ഇതൊക്കെ റെസ്പെക്റ്റ് കൊണ്ടുതരും. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോയാൽ ഒന്നും നടക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അതായത് എന്തെങ്കിലുമൊക്കെ ചപ്പടാച്ചി കാര്യങ്ങൾ, അതൊന്നും ശാശ്വതമല്ല. കാരണം അത് പിന്നെ എന്താ വെച്ചാൽ ഒരു കളവ് പറയുകയാണെങ്കിൽ അത് ഓർത്തു ഇരിക്കണം, അല്ലെങ്കിൽ നാളെ പറയുമ്പോൾ മാറിപ്പോകും. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ബ്രെയിനിനെ കുറിച്ച് സംസാരിക്കും, ഹാർട്ടിനെ കുറിച്ച് സംസാരിക്കും. നമ്മളങ്ങനെ നമ്മൾ ഇന്റലിജന്റ് ആണ് ചിന്തിക്കുന്നൊക്കെ. സോൾ പർപ്പസിനെ കുറിച്ച് വളരെ കുറച്ച് ആൾക്കാരാണ് സംസാരിക്കാറുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നുള്ളൂ. എൻ്റെ ഒക്കെ ഒരു 18 വയസ്സിൽ എന്തോ ഒരു കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എനിക്കൊരു പർപ്പസ് ഉണ്ടോ, എന്താ ഞാൻ ഈ ലോകത്ത് ചെയ്യേണ്ടത് എന്നുള്ളത്. എനിക്ക് പിന്നെ മനസ്സിലായത് മനുഷ്യർ കൂടുതലും ഒരു പ്രായം വരെ കിട്ടണം, ഐ വോണ്ട് ടു ഗെറ്റ്, ഐ വോണ്ട് ടു മേക്ക്, എനിക്ക് എന്ത് കിട്ടും, എന്നെ ആര് സ്നേഹിക്കുന്നു, എന്നെ ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഞാൻ പോലും ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. പിന്നെ ഒരു 20 years ഒക്കെ കഴിഞ്ഞ് എൻ്റെ ട്രെയിനിങ്ങും കരിയറും റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ ഫൗണ്ട് പീപ്പിൾ ജസ്റ്റ് ലവ് മീ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ. അതായത് പുസ്തകമൊക്കെ വായിച്ച ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുമായിരിക്കും, ദെയർ ഹാർട്ട് എൻ്റെ ഭയങ്കര ക്ലോസ് ആയിരിക്കും. സോ ഐ തോട്ട് ദിസ് ഇസ് മൈ സോൾ പർപ്പസ്. എനിക്ക് ലോകത്തിന് എനിക്ക് പറ്റാവുന്ന അറിവുകൾ എന്നിലൂടെയും അല്ലെങ്കിൽ മോഹൻജിനെ പോലത്തെ ആൾക്കാരിൽ നിന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അറിവുകൾ എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം വാക്കുകൾക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ പവർ ഉണ്ട്. അപ്പോൾ ഒരു സോൾ പർപ്പസിനെ കുറിച്ച് മോഹൻജിക്ക് എന്താ പറയാനുള്ളത്? 2 ടൈപ്പ് ഉണ്ട് അല്ലേ. ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്. ഈ ഗ്രോസും സട്ടിലും തമ്മിലുള്ള ഒരു യൂണിയനാണ് ലൈഫ്. അതായത് ഗ്രോസ് ബോഡി ഉണ്ട്, ഫിസിക്കൽ ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ്, ഇതെല്ലാം ഉണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഈ എനർജി മാറ്ററും കൂടി ചേരുമ്പോൾ വി കോൾ ഇറ്റ് ലൈഫ്. ഈ എനർജി മാറ്ററിൽ നിന്ന് വിട്ടു പോകുമ്പോൾ വി കോൾ ഇറ്റ് ഡെത്ത്. ഇതാണ് നമ്മുടെ സം ടോട്ടൽ ഓഫ് എക്സിസ്റ്റൻസ്. അതിനകത്ത് ഈ സോൾ ഫാക്ടർ ഇസ് ദ എനർജി ഫാക്ടർ. ഈ എനർജി ഫാക്ടറിൻ്റെ റോള് ഈ ലൈറ്റ് ബൾബിൽ ഇലക്ട്രിസിറ്റിയുടെ റോളാണ്. ബിക്കോസ് ലൈറ്റ് ബൾബ് കനോട്ട് ഷൈൻ ബൈ ഇറ്റ് സെൽഫ്, ഇറ്റ് നീഡ്സ് ഇലക്ട്രിസിറ്റി. ബട്ട് ഇലക്ട്രിസിറ്റി കനോട്ട് ഷൈൻ ബൈ ഇറ്റ് സെൽഫ്, ഇറ്റ് നീഡ്സ് ലൈറ്റ് ബൾബ്. അപ്പോൾ ഇതാണ് കണക്ഷൻ. അപ്പോൾ ഈ കണക്ഷനിൽ നമ്മുടെ എക്സിസ്റ്റൻസിൽ ഇതെന്തുകൊണ്ടാണ് ഈ കണക്ഷൻ ചോദിച്ചാൽ ഓൺലി ഫോർ ദ സേക്ക് ഓഫ് എക്സ്പീരിയൻസിങ് ലൈഫ്. അത് നമ്മൾ 2 വയസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും 12 വയസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും 22 വയസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അത് ടൈമും സ്പേസും ഇഫക്റ്റും ഒക്കെ വ്യത്യാസമുണ്ട്. ആ എക്സ്പീരിയൻസിൻ്റെ മാറ്റങ്ങളുണ്ടല്ലോ, അതാണ് ദാറ്റ്സ് വാട്ട് വി ആർ ബോൺ ഫോർ. ആൻഡ് വൈൽ വി ആർ എക്സ്പീരിയൻസിങ് ഓൾ ദിസ് വി ആർ ഓൾസോ പ്രൊജക്ടിങ് വാട്ട് വി ആർ ടു ദ വേൾഡ്. എക്സ്പ്രഷൻ, ഇതാണ് സെക്കൻഡ് ആസ്പെക്ട്. ഇത് 2 ആസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജനനം. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം തീരുമ്പോൾ നമ്മൾ ശരീരം വിട്ടിട്ട് പോവുകയും ചെയ്യും. അതോടുകൂടെ ദെൻ വി ഹാവ് നത്തിങ് ടു വിത്ത് ദ ബോഡി. ദ എനർജി പാർട്ട് ലീവ്സ് ദ ബോഡി, വി കോൾ ഇറ്റ് ഡെഡ് ബോഡി. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ഏകദേശം 30,000 days. ഈ 30,000 ഡേയ്സിൻ്റെ അകത്താണ് ഇതെല്ലാം നടക്കണേ. അപ്പോൾ നമുക്ക് അതിലും വലിയ പർപ്പസ് ഒന്നുമില്ല ടു എക്സ്പീരിയൻസ് ലൈഫ്. നൗ യുവർ പർപ്പസ് മേ നോട്ട് ബി ദ പർപ്പസ് ഓഫ് അനദർ പേഴ്സൺ. അപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ 9 ബില്യൺ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും അവരവരുടെ പർപ്പസിൽ ജീവിക്കുന്നുണ്ട്. ഇനി അവർക്ക് അതല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദെയർ ഹോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ക്രിയേറ്റഡ് ടു ഹാൻഡിൽ ദെയർ പർപ്പസ്. അത് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ല, വേറെ ആളുടെ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ആവണമെന്നില്ല, ഇപ്പം മക്കളുടെ ആണെങ്കിലും ഒന്നും അങ്ങനെ ആവണമെന്നില്ല. They will all find their way, find their purpose, etc. And as you rightly said, priorities may change. But like, nobody loves me, especially growing up stage, formation stage, we need tons of love. But that time, people will be so busy
to make their own ends, so they may not even look at you. അപ്പോൾ യു ഫീൽ ഐസൊലേറ്റഡ്, ലോൺലി, അബാൻഡൻഡ്. അപ്പോൾ ഇതെല്ലാം വരും നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ടാണ് യു ടു ഗോ ബാക്ക് ടു ദാറ്റ് ടൈം ആൻഡ് ഡു ദ ക്ലെൻസിങ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് മാറി. പക്ഷെ പ്രോബബ്ലി യു ക്യാൻ ലുക്ക് അറ്റ് യുവർ ഓൺ ചിൽഡ്രൻ വെൻ ദേ ആർ ഓഫ് യുവർ ഏജ് വെർ യു ഹാഡ് ദ ട്രോമ. അപ്പോൾ പറഞ്ഞു ഇവരങ്ങനെയാണോ? സംടൈംസ് യു വിൽ ഫീൽ ദേ ഡോണ്ട് നീഡ് യുവർ കമ്പനി. വൈ ആർ യു ബോദറിങ് മീ, ലീവ് മീ അലോൺ. Children may say so. അപ്പോൾ നമുക്ക് okay, so this is another being, you know, it's another cookie. So എപ്പോഴും നോക്കിയിട്ടുണ്ട് ഈ വെറൈറ്റി ഈസ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അപ്പോൾ ജനറലൈസേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് പർപ്പസ് ഓഫ് ലൈഫ് ഇൻ വൺ വേർഡ് ഈസ് എക്സ്പീരിയൻസ്. And that experience, it's using the senses, using the mind. If it is information, using the intellect. If it is ego, then that is all the things associated, your position, relation, possessions. This is what it is. Okay. So all these three processors, like mind, intellect, ego, they are processing something which is yours, technically. And that's what we call as ours or mine. ആ ഇല്യൂഷനാണ് ദ ഡീപ്പസ്റ്റ് ഇല്യൂഷൻ, ഓണർഷിപ്പ്. ഒരു സാധനത്തോട് ഓൺ ചെയ്യാൻ പറ്റില്ല. യു കെയിം എം ടി ഹാൻഡഡ്, യു വിൽ ഗോ എം ടി ഹാൻഡഡ്. അപ്പോൾ നമ്മൾ ആ ഇല്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം യു വിൽ ബി മെയിൻറ്റെയിനിങ് സോറോസ്, ഡിസപ്പോയിൻമെൻറ്റ്സ് എല്ലാം. അതേ സമയത്ത് ഓക്കെ, ഐ ഹാവ് ഗോട്ട് ദിസ് ഇൻ മൈ ഹാൻഡ് നൗ ഓർ ഓൺ മൈ ലാപ്പ്. This is what I have to handle. I'll handle it with full conviction, full application, and then whatever comes, let it come. അങ്ങനെ വരുന്ന സമയത്ത് you are on top of the matter. Nobody can tilt you. See, fluctuation is definite in life. Ups and downs are part of it. പക്ഷെ ആ സമയത്ത് നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് ഞാൻ ചെയ്യേണ്ടത് എന്താണ്? That's it. Tomorrow, if there is another tomorrow, okay, no problem. Because we can't guarantee. മോഹൻജിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, മൈൻഡിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു ജേർണി നോയിങ് മോർ അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, എക്സ്പെഷ്യലി ഫോർഗീവ്നെസ്. കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ കുറേ സങ്കടം ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കും. പക്ഷെ അത് വിട്ട് കളയുമ്പോഴുള്ള സമാധാനത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് അത് ഫോർഗീവ്നെസ് ഈസ് ലൈക്ക് എ മെഡിസിൻ. അത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയില്ല, അല്ലാണ്ട് മറ്റുള്ളവർക്കല്ല. ഇപ്പം നമ്മൾ വേറെ ആളെ ഫോർഗീവ് ചെയ്താലും ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ അതിനെക്കുറിച്ച് ബോധേടാവില്ല. പക്ഷെ നമുക്ക് നമ്മളെ ഫോർഗീവ് ചെയ്താൽ ഫ്രം ഓൾ ദ സിറ്റുവേഷൻ, അത് പല ലെവലിലുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് യുവർ പാരൻസ്, then through many relationships or many friendships, relationships, time, space, പിന്നെ ഇൻസിഡൻസ്, ഇവൻറ്റ്സ്, ഇതിനൊക്കെ നമ്മൾ ഫോർഗീവ് ചെയ്യണം. അത് കോൺഷ്യസ്ലി ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞൊരു പ്രാക്ടീസ്. ഞാനിപ്പോൾ അടുത്ത് തുടങ്ങി പറഞ്ഞില്ലേ, അത് ഈ ലെവലിലാണ് കൊണ്ടുപോകണം. അതായത് ഇത്രയും ലെവലിൽ കൂടെ നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ബേർഡനാണ് നമ്മൾ ക്യാരി ചെയ്യണതെന്ന്. വി ആർ ക്യാരിങ് സോ മച്ച് ഓഫ് ബേർഡൻ ഫോർ നത്തിങ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഡിസ്റ്റോർട്ടിങ് അസ്. നമ്മുടെ വിഷൻ തന്നെ മാറിപ്പോവാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്, ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. Forget means it's done. Okay. See, your 10th year is gone. Why do you keep your 10th year now? Exactly. And also, അന്ന് സംഭവിച്ചൊരു കാര്യത്തിൻ്റെ ഡിസ്റ്റോർട്ടഡ് വേർഷനാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. We are not even knowing the same texture after the incident. So incident is over and the texture itself is different. അപ്പോൾ why should we waste our time on it? പിന്നെ നല്ല റിലേഷൻഷിപ്സ്, അത് ഇതിൻ്റെ ഭാഗമാണ്. അതായത് മേക്ക് ഗുഡ് ഫ്രണ്ട്ഷിപ്സ് ഹു വാണ്ട്സ് നത്തിങ് ഫ്രം യു ആൻഡ് യു ക്യാൻ ബി യുവർ സെൽഫ് വിത്ത് ദം. വളരെ കുറവേ കിട്ടുള്ളൂ. പല ആൾക്കാരും അത് പലപ്പോഴും പറ്റില്ല. അത് എങ്കിലും 2 ഉണ്ടായാൽ മതി. 2 സച്ച് ഫ്രണ്ട്ഷിപ്പ് അസറ്റാണ്. എനിക്ക് പറഞ്ഞത് വാട്ട് മണി കനോട്ട് ബൈ ആർ ദീസ് തിങ്സ്, വേർ ദ ഗുഡ് ഫ്രണ്ട്ഷിപ്സ് വിച്ച് മണി കനോട്ട് ബൈ. അത് വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് യുവർ ബിഗസ്റ്റ്. ഞാൻ എപ്പോഴും എൻ്റെ അസറ്റ്സിൽ ഏറ്റവും വലിയ അസറ്റ് എന്താ ചോദിച്ചാൽ പറയാൾ ദ സ്പേസ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ. എത്രയും രാജ്യത്ത്, ഇത്രയും കോണ്ടിനെൻറ്റ്സിൽ ദേ റിമെമ്പർ മീ. ഐ സെഡ് ദിസ് മണി കനോട്ട് ബൈ. അപ്പോൾ ആക്ച്വലി വെദർ ദേ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം ടീച്ചിങ്, വെദർ ദേ അണ്ടർസ്റ്റുഡ് സെൽഫ് കണക്ട്. ഞാൻ എൻ്റെ മെയിൻ ടീച്ചിങ് സെൽഫ് കണക്ഷനാണ്, കണക്റ്റിംഗ് വിത്ത് യുവർ സെൽഫ്. ബിക്കോസ് വാട്ട് ഈസ് ദ ബെസ്റ്റ് കണക്ഷൻ യു ക്യാൻ എവർ ഹാവ് ഇൻ എ ലൈഫ് ടൈം? Self connection with yourself, spending time with yourself, knowing yourself, and accepting your thought structure, accepting your weaknesses,
അക്സെപ്റ്റിംഗ് യുവർ സ്ട്രെങ്സ്. അപ്പോൾ ഇതിന് വേറെ ആർക്ക് ചെയ്യാൻ പറ്റും? Correct. അപ്പോൾ I tell people this is the only thing you need to do so that you are very stable, your life is stable, very effective, and whatever you do, even if it's a mistake, no problem. There is a lesson connected to the mistake. അതെ So you catch the lesson and leave the mistake. അതെ അതെ അപ്പം ഞാൻ എന്താ പറയുക വെച്ചാൽ ഈ forgive and forget എന്നുള്ളത് അത് ഒരു മെഡിസിൻ യു ഷുഡ് ടേക്ക് എവറി ഡേ. എക്സാക്ട്ലി. ഇറ്റ്സ് ലൈക്ക് എ ബാലൻസിങ് മെഡിസിൻ. ഞാനത് ആലോചിക്കാറുണ്ട്. കാരണം നമ്മൾ ജിമ്മിൽ എവറി ഡേ പോയാലാണ് ഈ മസിലൊക്കെ വെക്കുള്ളൂ എന്ന് പറയുന്ന പോലെ മൈൻഡ് ഡെയിലി ക്ലെൻസ് ചെയ്യാൻ ഒരു ആക്ടിവിറ്റി ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. എക്സ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോർഗീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും ഒരാളെ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, അവർ പലപ്പോഴും ഈ സെൽഫ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരുപാട് ഗിൽറ്റ് ഉള്ളിൽ വെച്ച് നടക്കുന്ന ആൾക്കാരായി തോന്നിയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഒരുപാട് ഗിൽറ്റും സങ്കടവും ദേഷ്യവും ഉള്ളതുകൊണ്ട് അവർ ആ ഒരു റിവെഞ്ച് മോഡലിൽ നിന്ന് പുറത്തേക്ക് പോവാത്തൊരവസ്ഥ. അല്ലെ, ഫോർ സം പീപ്പിൾ ദാറ്റ് ഈസ് ദർ അഡ്രിനാലിൻ. ദേ ഹാവ് ടു ബി അഗൈൻസ്റ്റ് സംബഡി. അതർവൈസ് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. അല്ലേ, ഇപ്പൊ പല സ്റ്റോറീസിലും വില്ലൻ ഉള്ളതുകൊണ്ടല്ലേ ഹീറോ ഉള്ളത്. സോ ദേ ക്രിയേറ്റ് ദാറ്റ്. ദിസ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. അതായത് യു നീഡ് ടു കോമ്പീറ്റ് വിത്ത് സംബഡി, യു നീഡ് ടു ഫൈറ്റ് വിത്ത് സംബഡി. ദാറ്റ്സ് നോട്ട് ട്രൂ. That's not true. You don't have to fight with anybody. Who's a competition for you? Because there's nobody exactly like you. Your thumb impression only you have. The eyes, retina of eyes only you have. Then how can you compare yourself with another? അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒരു കാര്യത്തിലേ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അട്ടർ ഫൂളിഷ്നെസ്. അതായത് ഏതെങ്കിലും ഒരാളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ ജയിക്കണോ, വി ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ എനിമി ആൻഡ് ദെൻ വി ഫൈറ്റ് ആൻഡ് വി ഫീൽ വിക്ടറി. അയാൾക്ക് അറിയ പോലും ഇല്ല നമ്മൾ ഫൈറ്റ് ചെയ്യണത്. ആൻഡ് ദെൻ വി ഫീൽ ഗ്രേറ്റ്. It's foolishness. Instead, you can look at yourself as what an amazing creation I am. You know, what an amazing coordination is happening within me, between the brain and the pancreas and kidneys and so. So you connect to yourself, turn all the senses inward and feel yourself as a great creation, grand creation. അങ്ങനെ നോക്കൂ, അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് അഡ്മറേഷൻ വളരെ കൂടും. ഇതൊന്നും നമുക്ക് ഈഗോ വലുതാവില്ല, ഇത് റിയലൈസേഷൻ ആവുകയുള്ളൂ, അവയർനെസ് ആവുകയുള്ളൂ. ആ സമയത്തുള്ള ഇഫക്റ്റീവ്നെസ്സോ യു വിൽ ബി വെരി ഇഫക്റ്റീവ്. Because you realize that you are a huge grand creation. Correct. And while you are existing, you will enjoy every bit of it. What you see through your eyes, ears, what you hear through your ears, smell through your nose, taste through your tongue. എല്ലാം ഭയങ്കര ഒരു കാര്യമായിട്ട് വരും once you feel that. എക്സാക്ട്ലി. നമ്മൾ ഈ ദേഷ്യവും റിവഞ്ചൊക്കെ ഉള്ളിൽ പിടിക്കുമ്പോൾ ഒരാളോടായിരിക്കും ഈ ദേഷ്യം, പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് അല്ലെങ്കിൽ അയാളെങ്ങനെ റിവഞ്ച് എടുക്കാന്നൊക്കെ അറിയുമ്പോൾ വി ആർ ബിക്കമിങ് സ്മോൾ. ഞാൻ പലപ്പോഴും മോഹൻജിയോട് സംസാരിക്കുമ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കുഞ്ഞെന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ മോഹൻജി പറയും, സാല യു ക്യാൻ ഡു സോ മച്ച് മോർ ഇൻ ദിസ് വേൾഡ്, അല്ലേ, സാല യു ക്യാൻ ജസ്റ്റ് കം ഹിയർ, എവറിത്തിങ് ഇസ് ഹിയർ. ആ ഒരു അപ്പോൾ നമ്മൾ ചിന്തിക്കുകയുള്ളൂ, നമ്മൾ ആ സ്റ്റക്കായി നിൽക്കുന്ന ഒരു കുഞ്ഞു പ്രോബ്ലത്തിലാണ് ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ നമുക്ക് ഈ ലോകത്ത്. രണ്ട് കാര്യം ഉണ്ടായില്ലേ, ഒന്നെന്താ വെച്ചാൽ യു ക്യാൻ ചൂസ് ടു ബി സൈലന്റ്. When somebody provokes you, you can choose to be silent. Correct. Second, you can use your awareness to do a pole vault. You know, ഈ സിറ്റുവേഷൻ പോൾ വാൾട്ട് ചെയ്തിട്ട് അടുത്തേക്ക് പോവാം. യൂസ് യുവർ അവയർനെസ്. ഐ എം നോട്ട് മെയ്ഡ് ഫോർ ദിസ് സില്ലി തിങ്, ഐ എം നോട്ട് ഫൈറ്റിംഗ്, ഐ ഡോണ്ട് വാണ്ട് ദിസ്. സോ അങ്ങനെ പുറത്തേക്ക് പോവാലോ, അതും ചെയ്യാം. അതർവൈസ് സൈലൻസ്, ഇതും ചെയ്യാം. അതായത് ഓക്കെ, യു ഡു വാട്ട് യു വാണ്ട്, ഇറ്റ് ഡസൻറ്റ് അഫക്ട് മീ. അതൊരു പക്ഷെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ അത്ര ഈസി അല്ല ടു റീച്ച്. ഇന്നലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടൊരു സുഹൃത്ത്, അയാൾക്ക് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് ഇഷ്ടപ്പെട്ടില്ല. അയാളെ ഞാൻ വിളിച്ചു, ഞാൻ ആകെ വിളിച്ച് കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് വിളിച്ച് കാണാൻ സമയം കിട്ടാറില്ല, അങ്ങനെ കുറവേ ഉള്ളൂ. ഇയാളെ ഞാൻ വിളിച്ചു, അയാൾ കണ്ടു. അയാൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ കുറേ പേര് എന്നെ കാണാൻ വരുന്നു, ചുറ്റുപാട് നിറച്ച ആൾക്കാർ. അപ്പോൾ ഹീ നോസ് മീ വെൻ ഐ എം എ സ്റ്റുഡൻറ്റ്, 18-20 വയസ്സിൽ. അയാൾക്ക് വല്ലാണ്ട് ഡിസപ്പോയിൻ്റ് ആയി. എന്നിട്ട് അയാൾ എനിക്ക് എഴുതി, ഇനി മേലാൽ എന്നെ വിളിക്കരുത്, ഐ ഡോണ്ട് വോണ്ട് ടു മീറ്റ് യു ഇൻ ദിസ് പർട്ടിക്കുലർ അവതാർ. അപ്പോൾ ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, ദിസ് ഇസ് ഇറ്റ്സ് ഓൾ എന്തൊക്കെയോ അയാൾക്ക് വളരെ വിഷമം. അപ്പം ഞാൻ പറഞ്ഞു, ഐ ഹാവ് ആൻസേഴ്സ് ബട്ട് ഐ വിൽ നോട്ട് ആൻസർ. ഐ ലൈക്ക് ടു കീപ് മൈ റെസ്പെക്ട് ഫോർ യു ഫ്രം ദാറ്റ് ടൈം ആൻഡ് ഐ സ്റ്റിൽ മെയിൻറ്റെയിൻ ഇറ്റ്, ബട്ട് ഐ വിൽ നോട്ട് കോൾ യു nor I ask you to meet,
But I want to maintain the respect which I had, even now I have it from that time. അത് ഇദ്ദേഹത്തിന് ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലോ ഈ കാര്യങ്ങളോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്ക് മാറേണ്ട കാര്യമില്ലല്ലോ. correct, correct, correct. അത് അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന വരണ്ട, കാണണ്ട. ബട്ട് വൈ ഷുഡ് ഐ ചേഞ്ച്? അപ്പോൾ പീപ്പിൾ ട്രൈ ടു ഡ്രാഗ് യു ഇൻ ടു സർട്ടൻ സ്മോൾ മൈൻഡഡ് സ്റ്റഫ്, ലൈക്ക് ചെറിയ കാര്യങ്ങൾ. അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ആ ഒരു ക്യൂബിക്കിളിൽ നമ്മളെ കൊണ്ടിടാൻ നോക്കും. വി ഡോണ്ട് ഹാവ് ടു എൻറ്റർ ദെയർ, ബിക്കോസ് ദെൻ ഹു ആർ വി? Correct. If we get swayed by all the emotions of all the people, what's our worth? We are just like a dry leaf in the wind. അതെ, അതെ. That's not what we are. What is the biggest fear you have faced in your life? I don't have much fears now. See, one of the, I would say it was not a fear, it was a mixture of stuff, was when Ammu died. Suddenly she died, unexpected. She died in a road accident when my daughter died. That was not a fear, it's a confusion, pain, different feeling, and above everything, helplessness, utter helplessness. See, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന വലിയ ഫിയേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. വലിയ ഫിയേഴ്സ് ഒന്നും. ഒരുപാട് ഇൻജസ്റ്റിസ് പോലത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് ലൈഫിൽ. അതായത് നമ്മൾ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ പറ്റാണ്ട് അവർ നമ്മളെ വിലയിരുത്തുന്നത് മാറിയിട്ടുമൊക്കെ. അത് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഐ ഔട്ട് പെർഫോം. അപ്പോൾ ദെൻ ഇറ്റ് ഓൾ ഗെറ്റ്സ് കവേർഡ്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു 10 years ഫ്രം സെയിൽസ് എക്സിക്യൂട്ടീവ് ടു CEO 10 കൊല്ലം കൊണ്ട് ഐ ക്ലൈംഡ് അപ്പ്. ബിക്കോസ് ഐ ഡിഡ്ന്റ് സ്റ്റെപ്പ് ഓൺ എനിബഡീസ് ടോസ്. ഒരാളെയും ഡിനൈ ചെയ്തിട്ടല്ല, നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാലോ. അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. ഇഫ് യു ആർ എ ഗുഡ് ഓൺട്രപ്രണർ, യു ഷുഡ് അപ്ഗ്രേഡ് യുവർ സെൽഫ്. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണ്ട, പഠിച്ച ആൾക്കാരെ അപ്പോയിന്റ് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ തീരുമാനിക്കണം വാട്ട് യു ഷുഡ് ലേൺ ആൻഡ് വാട്ട് യു ഷുഡ് നോട്ട് ലേൺ, വാട്ട് യു ഷുഡ് റീഡ് ആൻഡ് വാട്ട് യു ഷുഡ് നോട്ട് റീഡ്, വാട്ട് യു ക്യാൻ ഡെലിഗേറ്റ് ആൻഡ് വാട്ട് യു ഷുഡ് ഡു യുവർ സെൽഫ്. ഇത് നമുക്ക് അറിയണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമ്മൾ വലുതാവില്ല. യു ഹാവ് എ ടീം ഓഫ് പീപ്പിൾ ഹൂം യു ക്യാൻ ട്രസ്റ്റ് ആൻഡ് ഡെലിഗേറ്റ് പ്രോപ്പർലി, സൂപ്പർവൈസ്, ആൻഡ് ദെൻ ഗെറ്റ് ദിസ് പുട്ട് ടുഗദർ. അപ്പോൾ അത് ഫിയർ അല്ല, പക്ഷേ ഈ കോൺസ്റ്റന്റ് അപ്ഗ്രേഡിങ് എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. It's not because I am afraid that I'll be left behind or I become obsolete. So technically I don't think I have much fears even now. Okay. അതിപ്പോൾ ഒരാൾ ഇന്നാൾ ചോദിച്ചു എന്നോട്, ഇഫ് യു ലൂസ് ഓൾ ദീസ് തിങ്സ് വാട്ട് വിൽ യു ഡു? I said I'll practice silence, because how do I bet on the people around me? എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല അവർ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ എന്തെടുത്തോളൂ, ഇപ്പം നമ്മുടെ ആവറേജ് നമ്മുടെ ലൈഫ് എടുത്തോളൂ, ആരെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും കൂടെ ഉണ്ടാവുമെന്ന്? ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ സക്സസ് ആൾക്കാരെ കൊണ്ടുവരും, ഫെയിലിയർ അത് ജനറലി ഇതാണ്, ഫെയിലിയർ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും. അപ്പം നമ്മൾ ജനറലി ഞാൻ അങ്ങനത്തെ ഫേസിൽ കൂടെ പോയിട്ടുണ്ട്. ഫെയിലിയർ എന്നല്ല, ഫേസ് വെർ ഐ ഹാഡ് നത്തിങ്. അതെ, ആ സമയത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഓൾ ഓഫ് ദം കെയിം ബാക്ക്. സോ ഐ ഡോണ്ട് ഗെറ്റ് ഫാസിനേറ്റഡ് ഓർ വറീഡ് അബൌട്ട് ഓൾ ദിസ്. എനിക്ക് എക്സ്പെഷ്യലി നമ്മൾ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ, ഞാൻ വെൻ ഐ ജസ്റ്റ് ഗോ ത്രൂ ദെയർ സ്റ്റോറി, ഫെയിലിയർ ഫേസ് ചെയ്യാത്ത ആരും മുകളിലേക്ക് പോയിട്ടില്ല. പക്ഷെ ദർ ആർ സ്റ്റിൽ പീപ്പിൾ ഹു ഫേസ് എ സ്മോൾ ഫെയിലിയർ ആൻഡ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദാറ്റ് പോയിന്റ്. വാട്ട് ഡു യു വാണ്ട് ടു ടെൽ ടു ദം? വെൽ, എന്താ അറിയോ, നമ്മൾ എപ്പൊക്കെ സ്റ്റാഗ്നേറ്റ് ആവണോ അതിൽ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാന്ന്. അതായത് നമ്മൾ ഒരു സിറ്റുവേഷൻ നമുക്ക് ഗ്യാരണ്ടി ഇല്ലല്ലോ, നാളെ ജീവിച്ചിരിക്കുന്ന ഗ്യാരണ്ടി ഇല്ലല്ലോ, അല്ലെ, എന്തെങ്കിലും സംഭവിക്കും, ഒന്നും ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സിറ്റുവേഷനിൽ നിൽക്കണു, നമ്മളൊരു എഫേർട്ട് എടുത്തു, അറ്റംപ്റ്റ് ഉണ്ടായി, അത് ഫെയിലിയർ, അത് നമ്മൾ എക്സ്പെക്ടേഷനിൽ വന്നില്ല, അവിടെ വീണ് കിടക്കുകയാണെങ്കിൽ ഹൂ വിൽ പിക്ക് യു അപ്പ്? നോ മെസ്സയ ഈസ് കമ്മിങ് ടു പിക്ക് യു അപ്പ്. അതൊക്കെ മിഥ്യാധാരണയാണ്. നോബഡി വിൽ ലിഫ്റ്റ് യു അപ്പ്. യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഇറ്റ്സ് അവർ ലൈഫ്. വി കെയിം എലോൺ ആൻഡ് വി വിൽ ഗോ എലോൺ. അല്ലെ, 2 പേരെ കൊണ്ടുവന്നു, നമ്മൾ 4 പേര് നമ്മളെ കൊണ്ടുപോകും. ഇതാണ് കഥ. ബിക്കോസ് ഓഫ് 2 people we took birth and because of 4 people we will go to the grave. ഇത്രയേ ഉള്ളൂ. ഈ ഇതിനകത്ത് നമ്മൾ ഹൂ വിൽ പിക്ക് യു അപ്പ്, ഹൂ വിൽ ലിഫ്റ്റ് യു അപ്പ്? നോബഡി. അത് എക്സ്പെക്റ്റ് ചെയ്യുന്നതേ ശരിയല്ല, അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലും ശരിയല്ല. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഓൾസോ സംതിങ് വിച്ച് ചിൽഡ്രൻ ഷുഡ് ലേൺ. You have to lift yourself up. Yes. And nobody is to be blamed for your fall. Yes.
They might have participated, but that's not the end. Are you standing up? Are you man enough to stand up? That's when the world respects you. എക്സാക്ട്ലി. അത് ഈ എപ്പോഴും നമ്മളൊരു കാര്യം ആലോചിക്കണം. അവർ വിക്ടറി ഈസ് ഡിഫൈൻഡ് ബൈ അവർ സക്സസ്. അത് പലപ്പോഴും ലോകം കാണുന്നത് മെറ്റീരിയൽ സക്സസ് ആണ്. പക്ഷെ മെറ്റീരിയൽ സക്സസ് ഞാൻ സക്സസ് ആയി കാണുന്നില്ല. ഞാൻ കാണുന്ന സക്സസ് കണ്ടൻമെൻ്റ് ആണ്. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ്? അതിന് മെറ്റീരിയൽ സക്സസ് വേണമെന്നില്ല, പൈസ വേണമെന്നില്ല, കുറേ കാറും ബംഗ്ലാവും ടാക്സും കുറേ അടിക്കുന്നു, അതൊന്നും സക്സസ് ആവണമെന്നില്ല. ബട്ട് യു ആർ ഹാപ്പി ദ വേ യു ആർ, യു ഹാവ് ഗുഡ് ലൈഫ്, യു ക്യാൻ ഈറ്റ് വാട്ട് യു ലൈക്ക് ടു ഈറ്റ്, സ്ലീപ്പ് വെർ യു ലൈക്ക് ഓർ വെൻ യു സ്ലീപ്പ്. ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ഒരു കണ്ടൻമെൻറ്റ് ഫാക്ടർ. അതെപ്പോഴും നിൽക്കില്ല കേട്ടോ. അത് പലപ്പോഴും പല ഫ്ലക്ച്വേഷനും വരും. അത് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ പറയും, ഡോക്ടർ പറയും ഇന്ന ഫുഡ് കഴിക്കല്ലേ, ദെൻ ഓക്കെ ദറ്റ്സ് ഫൈൻ, ഐ ഹാഡ് ഇനഫ് ഓഫ് ഇറ്റ് ബിഫോർ. അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. സോ ഒരു പോയിന്റ് ഇൻ ടൈമിലും റെസിസ്റ്റൻസോ ഫ്രസ്ട്രേഷൻസോ ഇല്ലാണ്ട് വന്നാൽ ഇറ്റ്സ് എ ഗുഡ് ലൈഫ്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് ലൈഫ്. എക്സാക്ട്ലി. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ലൈഫ്? Extremely important. When you wake up in the morning, first you should be grateful that you are alive. ഞാനിപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇത്രയും ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതെപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു ലാസ്റ്റ് വേർഡ്സ് ഉണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വാസ് ട്രൂ ഓർ നോട്ട്, ബട്ട് ഐ റെഡ് ഇറ്റ് ഇൻ ദ ബുക്ക്. സോക്രട്ടീസ് drank poison and he died. സോ അദ്ദേഹം അന്ന് പറഞ്ഞത്, ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് പോയ്സൺ എവറി ഡേ ഫ്രം ദ സൊസൈറ്റി വിച്ച് ഡസൻ കെയർ ഫോർ യു, ഐ വുഡ് റാദർ ഡ്രിങ്ക് ദ പോയ്സൺ ടുഗദർ ആൻഡ് ലീവ് ദ പ്ലേസ്. അങ്ങനെ അത് കുടിച്ചിട്ട് ഹി വാസ് ഡൈയിങ്, ഹിസ് സോൾ വാസ് അബൌട്ട് ടു ലീവ് ദ ബോഡി. ആ സമയത്ത് വൺ ഓഫ് ഹിസ് ഡിസൈപ്പിൾ ആസ്ക്ഡ് ഹിം, മാസ്റ്റർ, ഡു യു ഹാവ് എനി റിഗ്രറ്റ്സ്? അപ്പോൾ പെട്ടെന്ന് വെച്ച് ഇദ്ദേഹം കണ്ണ് തുറന്നു. കണ്ണിൽ ടീയേഴ്സ് വരണ്ടായിരുന്നു കണ്ണിൽ. He was on the verge of death. അദ്ദേഹം പറഞ്ഞു, യെസ്, ഐ എം എ ലിബറേറ്റഡ് പേഴ്സൺ. I lived liberated. I wanted nothing from here. I gave everything to here. But to keep me liberated, so many people spend their sweat and blood. How will I ever repay them? How will I ever say thank you to repay them? I don't know them. So many people prepared food and that came to my table. So many, the clothes you wear, food you eat, shelter. There are the efforts of so many people for all this. Because of all of them, I am liberated. അപ്പോൾ അത് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്. അതായത് സോ മെനി പീപ്പിൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ, ഇവർക്കറിയാം, എൻ്റെ കൂടെ വരുന്ന ആൾക്കാർക്കറിയാം, ഐ ഓൾവേസ് പേ പീപ്പിൾ. ഈവൻ വാച്ച്മെൻ ഒക്കെ ആണെങ്കിൽ I pay them. I say thank you very much. So that expression of gratitude makes you rich inside. And you feel completed. See, like for example, എൻ്റെ എല്ലാ സെൻറ്റേഴ്സും ഓൾമോസ്റ്റ് വില്ലേജിലാണ്, അതായത് സബർബ്സിലാണ്. അവിടെയൊക്കെ ഈ ലോക്കൽ വെൻഡേഴ്സ് ഉണ്ട്, ലോക്കൽ ഫാർമേഴ്സ്, ലോക്കൽ വെൻഡേഴ്സ്, റോഡ് സൈഡ് വെൻഡേഴ്സ്. ഞാൻ എപ്പോഴും പറയും, അവരുടെ അടുത്ത് നിന്ന് മേടിക്കാവും, ബാർഗെയിനും ചെയ്യരുത്. അവരിതുകൊണ്ടൊരു ഫോർച്യൂണല്ല ഉണ്ടാക്കണേ. അവരുണ്ടാക്കുന്ന സാധനങ്ങൾ അവർ വിറ്റിട്ട് അവർക്ക് നല്ലൊരു പൈസ കിട്ടുമ്പോൾ, അതായത് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ആ തൃപ്തിയുണ്ട്. അപ്പോൾ ഈ ഫുഡിൻ്റെ കൂടെ കുറച്ച് സ്നേഹം കൂടെ വരും, അല്ലേ? അപ്പോൾ ഇതൊരു സൈക്കിൾ ഓഫ് ഇതാണ്. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഓരോ കാര്യത്തിലും കാണിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതിൽ കുറച്ച് സ്നേഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും വളരും. അത് അവർ വേറെ ആൾക്ക് കാണിക്കും. അതങ്ങനെ സൊസൈറ്റിയുടെ ഒരു എനർജി ക്ലെൻസിങ് വരുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലാണല്ലോ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതെല്ലായിടത്തേക്കും വരുന്നുണ്ട്, അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ എനിക്ക് പലപ്പോഴും എനിക്ക് ഹീറോസായി തോന്നുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ സോക്രട്ടീസ്. അതേപോലെ നോസ്ട്രഡാമസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പാൽക്കാരനോട് പറഞ്ഞു, നാളെ ഇവിടെ പാല് കൊണ്ടുവരണ്ട, ഞാനൊരു ദൂരയാത്രയ്ക്ക് പോവാണ്, ഇനി പിന്നെ ഞാൻ വന്നിട്ട് പറയാമെന്ന്. അദ്ദേഹം അന്ന് രാത്രി മരിച്ചു. അപ്പോൾ അദ്ദേഹം മരിക്കാൻ പോകുന്ന അയാൾക്ക് അറിയായിരുന്നു, പക്ഷെ അത് പറഞ്ഞില്ല. ഐ എം ഗോയിങ് ഫോർ എ ലോങ് ജേർണി, ഡോണ്ട് ബ്രിങ് ദ മിൽക്ക് ടുമോറോ. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഹൗ കൂൾ ഇറ്റ് ഈസ്. You are actually dying and you're fine. No regrets, no guilt, nothing to say, nothing to hold on to. We should be like that, just free. Because what do you take from here? അപ്പോൾ ഉള്ള സമയത്ത് എല്ലാം നമ്മൾ ഒരു ഉള്ളത് കൊണ്ട് ഓണം പോലെ, and everybody is benefited with your. So people, the grace factor comes in like showers. Gratitude brings grace.
അത് ഈവൻ ഇപ്പം ഇന്നാൾ ഒരാൾ എന്നോട് ചോദിച്ച് ഈ ആൾക്കാർ കേഴ്സ് ചെയ്യുമോ നിങ്ങളെന്ന്. ഞാൻ പറഞ്ഞു ആൾക്കാരല്ല, മൃഗങ്ങളും കേഴ്സ് ചെയ്യും. അതായത് ആർക്ക് വേണി അതെ അതെ പക്ഷെ ഗുരൂസ് ഒന്നും കേഴ്സ് ചെയ്യില്ല, അവർക്ക് വേറെ പണിയില്ലേ. അപ്പോൾ അതൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു നായ നടക്കുന്നുണ്ട്. സോ യു ഗീവ് സം ഫുഡ്. ഇഫ് ഇറ്റ് ഇസ് ഹംഗ്രി, ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ നോട്ട് ഇവൻ ലുക്ക് അറ്റ് യു, ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗൾപ്പിംഗ്, ഈറ്റിംഗ്. ദെൻ ഇറ്റ് സ്റ്റോപ്സ്, ദെൻ ഇറ്റ് ലുക്സ് അറ്റ് യു, then it eats again. That look is grace. എന്താ പറയണേ? താങ്ക് യു. ആദ്യം കഴിക്കും, പിന്നെ നോക്കും. അപ്പോൾ അതിന് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ അത് കൺവേ ചെയ്യും ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞൊരു നായയ്ക്ക്, അപ്പോൾ അത് മേത്ത് കെട്ടുമ്പോൾ വേദനിക്കും, കരയും, ഓടും. ഓടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കി, വൈ ഡിഡ് യു ഡു ദാറ്റ് ടു മീ? ദാറ്റ്സ് എ കേഴ്സ്. So, society, nature is always live and vibrant and responding all the time. അപ്പോൾ അത് നമ്മൾ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ദിസ് ഈസ് ദ ഹോൾ ലാർജ് മെഷീൻ അറ്റ് വർക്ക്. ഇറ്റ്സ് എ ലാർജ് ടേപ്പിസ്ട്രി. അതിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ നമുക്ക് റോളുണ്ട്. ആൻഡ് ഹൗ യു ആർ, ദാറ്റ് ക്യാൻ റിഫ്ലക്റ്റ് ഇൻ ടു മൾട്ടി ഫോൾഡ്സ്. It can reflect in many areas and through people, through situations. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇറ്റ് ക്യാൻ ലൈറ്റ് എ ലോട്ട് ഓഫ് ലാംപ്സ് ഇൻ ലോട്ട് ഓഫ് മൈൻഡ്സ്. അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഗ്രേറ്റ്ഫുൾ മൈൻഡ് ആവുമ്പോൾ ഡൊപ്പാമിൻ നമ്മുടെ തലയിൽ കൂടുതലായിരിക്കും റാദർ ദാൻ ദ സ്ട്രെസ് ഹോർമോൺ. യെസ്, അതേപോലെ ഈ സ്ട്രെസ് ഹോർമോൺ കൂടുതലുള്ള ആൾക്കാരെ നോക്കിയാൽ ഗ്രഡ്ജ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അതെ. പിന്നെ മാത്രമല്ല കയ്യിലുള്ളതിനെ കാണാൻ പറ്റണില്ല. അതാണ്. See, when you wake up and say, I have food to eat, my God, this is not bad. അത് കഴിഞ്ഞ് there are people to love. You look at all the things which you have. അതിൽ every aspect, ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, there is oxygen in the air. I'm able to breathe. And there is sunshine. So everything can be made a trigger for gratitude. അതൊരു ആറ്റിറ്റ്യൂഡാണത്. Attitude of gratitude. If you have the attitude of gratitude, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു സ്പിരിച്വൽ പ്രാക്ടീസ് തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഫീലിംഗ് റിച്ച്, പ്ലസ് യു വിൽ ബി ഹീൽഡ് ഫ്രം എ ലോട്ട് ഓഫ് തിങ്സ്. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരാൾ വന്ന് ഹീൽ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ബിക്കോസ് നമുക്ക് 10 മണി മുതൽ 2 മണി വരെയുള്ള സമയം, 10 to 2 ഈസ് നോർമലി ദ ടൈം വെൻ ദ ബോഡി റിപ്പയർസ് ഇറ്റ് സെൽഫ്. That's why people say you should sleep by 9:30 and allow the body to repair itself. So 10 to 2 is the time. പിന്നെ അതേപോലെ നമ്മൾ ഉറങ്ങുമ്പോഴും, പിന്നെ അതേപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ബ്രീതിങ്, പ്രാണായാമം, ഇതൊക്കെ ഹീലിങ്ങിന് വരുന്നതാണ്, ഹീലിങ്ങിന് ആക്സെൻറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്. വാട്ട്സ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്? That's also because if your attitude towards life is hatred. See, some people have this habit, I hate this, I hate that. ഈ hatred നമ്മൾ എപ്പോൾ പറയും തോറും ഉള്ളിൽ നമുക്ക് ഹേർട്ടാവുണ്ട്. There's a wound being developed inside. And this is who's benefited? Nobody's benefited. And also you are actually putting yourself in the grave more and more. അപ്പോൾ ഈ ഐ ഹേറ്റ് ദിസ്, ഐ ഹേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബട്ട് യു ഡോണ്ട് ഹാവ് ടു ലവ് ഇറ്റ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് സംതിങ്, യു ഡോണ്ട് ഹാവ് ടു ലൈക്ക് ഇറ്റ്. ഇഗ്നോർ ഇറ്റ്, സ്റ്റേ അവേ ഫ്രം ഇറ്റ്. റിലേഷൻഷിപ്പ് ആണെങ്കിലും, മെറ്റീരിയൽസ് ആണെങ്കിലും, സ്പേസസ് ആണെങ്കിലും, വി ക്യാൻ അവോയ്ഡ് അവർ പ്രസൻസ് ദെയർ. ദാറ്റ്സ് ഗുഡ് ഇനഫ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ലവിനെ കുറിച്ച് പറയുമ്പോൾ അറ്റ് സ്റ്റിൽ വൺ പോയിന്റ് എവ്രി വൺ വിൽ ബി ലൈക്ക് നോ വൺ ലവ് മീ. ഞാൻ ഒരുപാട് കംപ്ലയിൻറ്റ്സ് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു. അവരെ ഞാൻ വീണ്ടും ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ ദേ വുഡ് ഹാവ് സ്റ്റോപ്പ് ലവിങ് ദെം അറ്റ് സം പോയിന്റ് ആൻഡ് ഡൂയിങ് എവറിത്തിങ് ഫോർ അതേഴ്സ്, എക്സ്പെക്ടിങ് അവർ എന്നെ സ്നേഹിക്കും, ഞാൻ ഇത്രയും ചെയ്തു കൊടുത്താൽ സ്നേഹിക്കും. സോ അവിടെ അറിയാതെ നമ്മൾ ഒരു എക്സ്പെക്ടേഷനിൽ കൊടുക്കുന്ന സ്നേഹമാണ്. അപ്പുറത്തെ ആളത് തിരിച്ചറിഞ്ഞ് തന്നില്ലെങ്കിൽ അവിടെ ഒരു സാഡ്നെസ് ക്രിയേറ്റഡ് ആണ്. സോ ഐ റിയലൈസ്ഡ് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളതാണ് ട്രൂലി ബ്യൂട്ടിഫുൾ ആൻഡ് സെൽഫ് ലവ്. What is your words on it? 100%. Actually, the only love we need to practice is self-love. മറ്റതൊക്കെ എക്സ്പ്രഷനാണ്. നമ്മുടെ പ്രിപ്പറേഷൻ എവിടെ, കിച്ചൺ എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണ്. So if you don't love yourself, then how can you love other people? See, most of the people who seemingly love others have a deficiency for love. They don't know how to love themselves. Instead, when they love themselves, whatever you get from outside is bonus. If it's other way around, it's deficiency. Because what are you projecting? What you don't have.
That's deficiency. But when you have abundance of love inside, whatever you are projecting is completion, fullness. അത് തിരിച്ചു വരുന്നതെല്ലാം അതിൻ്റെ പോലത്തെ ക്വാളിറ്റി ഉണ്ടാവും. ദിസ് ഈസ് അൺകണ്ടീഷണൽ ലവ്, ബിക്കോസ് യു ലവ് യുവർ സെൽഫ് സോ മച്ച് ദറ്റ് യു ആർ ലവ്, യു ഹാവ് ബിക്കം ലവ്. ആൻഡ് വെൻ യു ബിക്കം ലവ്, യു കനോട്ട് project hatred. Yes. If you are not love, then you have to project other emotions. See, love is an aspect, it is not transactional. ലവ് എന്ന് പറഞ്ഞാൽ അത് ട്രാൻസാക്ഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാൻ വുമണോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ടു എ പേഴ്സൺ, ഇതൊന്നും ലവ് അല്ല. ലവ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ഇറ്റ് ഈസ് സംതിങ് വിച്ച് നേർച്ചേഴ്സ് യു, ബിക്കോസ് ഇറ്റ് സ്റ്റെബിലൈസസ് യു, നേർച്ചേഴ്സ് യു, ആൻഡ് യു ബിക്കം ദാറ്റ്. ആൻഡ് ദാറ്റ് നോക്കിയിട്ടുണ്ടാവും ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെയാണ്. ഇപ്പം നെൽസൺ മണ്ടേല പുറത്തിറങ്ങിയപ്പോൾ ഡോണ്ട് ഹേർട്ട് എനിബഡി പറഞ്ഞു, നോ റിവെഞ്ച് എന്നു. അതേപോലെ പല ഗ്രേറ്റ് മാസ്റ്റേഴ്സും ഗ്രേറ്റ് തിങ്കേഴ്സും ദേ ബിക്കെയിം ലവ്. സോ ദേ ഹാവ് നത്തിങ് എൽസ് ടു ഗിവ് ടു പീപ്പിൾ. Correct. So when you become love, then you are full, you are complete, and there is nothing to think because if you become sun, you definitely give light and heat. Your presence spreads love. When you are love. അതേപോലെ എനിക്ക് തോന്നിയ ഇപ്പോൾ ഒരു കാര്യമാണ്, ആസ് ഹ്യൂമൺ നമ്മൾ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു കഴിവായിട്ട് എനിക്ക് തോന്നിയത് ഒരു സോൾ ലെവൽ കണക്ഷൻ ആളടുത്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഡീപ്പായി സംസാരിക്കുമ്പോൾ, ലിസൺ ചെയ്യുമ്പോൾ വി ക്യാൻ ആക്ച്വലി കണക്ട് ഓൺ എ സോൾ ലെവൽ. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും സോഷ്യൽ മീഡിയ, AI അല്ലെങ്കിൽ ചാറ്റ് GPT, വിഷമങ്ങളൊക്കെ ചാറ്റ് GPTയോട് പറയുന്നു, ചാറ്റ് GPT തിരിച്ച് ഉത്തരം പറയുന്നു. പക്ഷെ അവിടെയൊക്കെ എവിടെ ഈ സോൾ കണക്ഷൻ പോവുകയാണ്. സത്യത്തിൽ ഒരാൾ നമ്മുടെ മനസ്സ് തുറന്നൊന്ന് ലിസൺ ചെയ്താൽ, ഈവൺ ഇഫ് ദാറ്റ് പേഴ്സൺ ഒരു സൊല്യൂഷൻ തന്നില്ലെങ്കിൽ പോലും വി ആർ ഹീലിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സോൾ കണക്ഷൻ, പക്ഷെ ഇപ്പോൾ എല്ലാവരും പറയും ആരെയും നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ ഐ തിങ്ക് വി ഗോട്ട് ടു ട്രസ്റ്റ് ആൻഡ് മേ ബി വിൽ ഗെറ്റ് ഹേർട്ട്. പക്ഷെ ട്രസ്റ്റ് ചെയ്യണത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അത് ട്രസ്റ്റ് ചെയ്യേണ്ടത് നമ്മളോട് വി ഷുഡ് ട്രസ്റ്റ് ourselves. ആൻഡ് ഓൾസോ ദ പീപ്പിൾ നമുക്ക് ചുറ്റുമുള്ള അത് തന്നെ വരും. അതായത് see, when you trust yourself, do you trust yourself? And then that's the main question you need to ask. Do I trust myself? അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ഏറ്റവും വേണ്ടത്. What you said is absolutely true, because we are in a machine's world now. Our interaction is with our mobile phone maximum. So who's your true friend ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എന്ന് പറയേണ്ടി വരും. Nobody else. Actually, because we don't have eye contacts, we don't need eye contacts. We fall in love through mobile phone, we come out of love through mobile. Everything is transactional. അപ്പോൾ അത് ആ ഒരു ഷാലോനെസ് എന്തായാലും ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ടൈമിനെ മാറ്റാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ടൈമിൻ്റെ പ്രോഡക്ട്സ് ആണ്, സൈൻ ഓഫ് ടൈംസ് ആണ്. സോ യു കനോട്ട് ചേഞ്ച് ഇറ്റ്. പക്ഷെ ഐ തിങ്ക് പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ ലോൺലിയർ ആൻഡ് സങ്കടവും ഡിപ്രഷനും ഒക്കെ ഉള്ളിലുണ്ട്. ഇപ്പോൾ എന്താണ് ഹൈപ്പർ ആക്റ്റീവ് ഡിപ്രഷൻ, അതായത് പുറത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കും, ഹാപ്പി ആണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ ഡിപ്രഷൻ ആയിട്ടുള്ള ആൾക്കാർ. സോ അതിനൊക്കെ അങ്ങനെയല്ലേ ഇത്രയും സൂയിസൈഡ് ആൾക്കാർ പെട്ടെന്ന് വെച്ച് സൂയിസൈഡ് ചെയ്യുന്നില്ല. അതേപോലെ ഡെത്തും ഹാർട്ട് അറ്റാക്കും ഒക്കെ, ബിക്കോസ് ദർ ഇസ് നോ കണ്ടെൻമെൻറ്റ്, ദർ ഇസ് നോ ഹാപ്പിനെസ്, ബിക്കോസ് ദേ ആർ ഓൺ എ സൂപ്പർഫിഷ്യൽ ലെവൽ ഓൾ ദ ടൈം, പ്രഷേർഡ് ഫോർ പ്ലഷർ. നമ്മൾ പണ്ട് സിനിമ കാണാൻ തിയേറ്ററിൽ പോയിരുന്നു, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് പുറത്ത് പോയിരുന്നു. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. എവറിഥിങ് കംസ് ഓൺ യുവർ ഫോൺ. സോ യു ആർ പ്രിറ്റി മച്ച് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഹോൾ വേൾഡ്. പിന്നെയുള്ള ഈ പുറത്തുള്ള പല കാര്യങ്ങളും ഈ എക്സ്ട്രീം കാര്യങ്ങളാണ്. അതായത് വിച്ച് ഷേക്സ് യു അപ്പ്. അതായത് വയലൻസ് ഓറിയൻറ്റഡ് കാര്യങ്ങളും, അല്ലെങ്കിൽ ഫീച്ചർ ഫിലിംസ് ആണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് അത്ര ഒരു നല്ല ഫീലിംഗ് അല്ല കൊടുക്കുന്നത്, അല്ലേ? പിന്നെ ദാറ്റ് ഈസ് ഓൾസോ ഓൾമോസ്റ്റ് നാച്ചുറലൈസ്ഡ്. ഐ മീൻ ഇറ്റ്സ് നോർമലൈസ്ഡ്. അപ്പോൾ അത് നമുക്ക് ഇത് ഓൾ സെഡ് ആൻഡ് ഡൺ, വി ആർ എ പ്രോഡക്റ്റ് ഓഫ് ദിസ് ടൈം. So we cannot avoid the time. So how we can be is through our activity, through our compassion, through our kindness, we could possibly create a different vibe in the society. Probably. ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല അത്. Okay. And one thing I always seen, you speak beyond religion always. അതായത് ഇപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ റിലീജിയസ് ഗുരുക്കളെ ഞാൻ അധികം ഫോളോ ചെയ്യാൻ ഓൾവേസ് ഞാൻ വായിക്കാറുണ്ട്, ലിസൺ ചെയ്യാറുണ്ട്. പക്ഷേ വെൻ ഐ ടോക്ക് ടു യു ഓൾവേസ് ടോക്ക് ബിയോണ്ട് റിലീജിയൻ. ഒരു സ്പിരിച്വൽ ആസ്പെക്ട് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, യു ഹാവ് നോളജ് ഇൻ ഓൾ ദി ഏരിയ. ഹൗ ക്യാൻ യു മാനേജ് ഓൾ ദിസ്? വെൽ, ജസ്റ്റ് ബീങ് നാച്ചുറൽ. ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ നോബഡി നീഡ് ടു ബി ടോട്ട്. അങ്ങനെ വിശ്വസിക്കുന്നത്. അതായത് എല്ലാവർക്കും അവനവന് ആവശ്യമുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോബഡി നീഡ് ടു ടെൽ എനിബഡി വാട്ട് ടു ഡു.
they have some clarity, they have idea, or they'll find it. If they don't have it, they'll find it. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, if I can bring people to a level where they operate from kindness, unconditional love, selflessness, ആ ലെവലിൽ വന്നാൽ you can get a refined human being. അതിൻ്റെ മറ്റേ സൈഡ് എന്ന് വെച്ചാൽ ആങ്കർ, ഹേറ്റഡ്, ജലസി, നെപ്പോട്ടിസം, സെൽഫിഷ്നെസ്, ആ ലെവലാണ്. അതിൽ നമുക്ക് ഫ്രീക്വൻസി ലെവൽ വളരെ കുറവാണ്, വളരെ മോശമാണ്. ഇറ്റ്സ് ഹെവി ഫ്രീക്വൻസി. ദി അതർ വൺ ഈസ് ലൈറ്റർ. സോ ഐ ലിവ് ദാറ്റ് ലൈഫ്. അപ്പോൾ അതിൽ ഇപ്പോൾ അതായത് ഐ ഹാവ് ഫോളോയിങ് ഇൻ ഇറാൻ, in Saudi Arabia, in various countries where people are not following what... See, I believe in Sai Baba, I believe in Lord Dattatreya, but I don't impose it on anybody. I don't tell people you should also believe what I believe. And I believe after knowing it. See, there is a big difference between believing and knowing. See, believing പലപ്പോഴും ബ്ലൈൻഡായിട്ട് വരും. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനത് കേട്ടു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ബിലീവ് ചെയ്യുന്നു. ബട്ട് ഐ ഡോണ്ട് നോ. Because I have not been there, I have not touched it. But knowing is different. Knowing means I have known, I have felt it, I've experienced it. So I like that knowledge or that experience as part of the belief. So otherwise, അത് എനിക്ക് കൊടുക്കണമെങ്കിൽ അത് അവരോട് എഫേർട്ട് എടുക്കണ്ടേ. And those people who want to take the step and explore, I help them. But I don't insist that you should walk this path, because there's no need. I'm 100% sure you know your way. Because why should I underestimate? I mean, we have no right to underestimate anybody. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന റിലിജിയൻ ഹ്യൂമാനിറ്റിയാണ്. Be a good human being. You are known as a humanitarian. Yeah. I mean, because that's the best religion for human beings. And I practice non-violence in thoughts, words, action as much as possible. അതിൽ ഈവൻ ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുന്നു വിചാരിക്കോ, ഇഫ് ദ റൂട്ട് ഈസ് ലവ്, അത് ദേഷ്യമല്ല, അത് കൺസേൺ ആണ്. ഇപ്പോൾ ഒരു അമ്മ കുട്ടിയോട് ദേഷ്യപ്പെടുകയാണ്, നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ അടിക്കും. അമ്മയ്ക്ക് റിവഞ്ചൊന്നും ഇല്ലല്ലോ കുട്ടിയോട്. അമ്മ വാണ്ട്സ് ദ ചൈൽഡ് ടു ബി ഹാപ്പി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ആങ്കറോ അല്ലെങ്കിൽ കാര്യങ്ങളുടെ എക്സ്പ്രഷനോ ഇതിൻ്റെ ബാക്കിൽ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഓക്കെ. അതർവൈസ് if I really hate somebody, then I have a problem. The other person doesn't have a problem. Hatred is something which is like a sickness. Correct. What is one of the happiest moment you have experienced in your life? Transformation of people. Transformation, when they go into silence, no thoughts, and they feel completely contented. That's remarkable. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ അത്. No thoughts. So you focus more on get or give? I give. I don't really worry about what I get. ഞാൻ ഒന്നും ചേസ് ചെയ്യാറില്ല. ഈവൻ ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ്, what I get, I don't focus on any of this. I only look at what I can deliver when somebody comes in front of me. What can I give this person? And fortunately, I feel nobody goes empty-handed. Wonderful. Yeah. I think knowledge and wisdom is one of the greatest gift we can give someone. അല്ലേ? Because അതൊരു പീസ് ഓഫ് മൈൻഡിന് ഒരു വഴി. ട്രാൻസ്ഫോർമേഷൻ തന്നെ. അതായത് ഇൻഫർമേഷൻ, ഇഫ് ഇറ്റ് ഈസ് പ്രോസസ്ഡ്, ഇറ്റ് ബിക്കം നോളജ്. സി, വി ഗെറ്റ് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ. വെൻ വി പേ അറ്റൻഷൻ ആൻഡ് വി ടേക്ക് ഇറ്റ് ത്രൂ ദ ഇന്റലക്ട്, ഇറ്റ് ബിക്കംസ് നോളജ്. നോളജ് വെൻ ഇറ്റ്സ് എക്സ്പീരിയൻസ്ഡ് ബിക്കംസ് വിസ്ഡം. അപ്പോൾ എക്സ്പീരിയൻസ് ആസ്പെക്ട് ഈസ് വെരി വൈറ്റൽ ഫോർ ട്രാൻസ്ഫോർമേഷൻ. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ തിയറി. പിന്നെ ഇതിലുണ്ടല്ലോ ഈ ബുദ്ധിയുടെ കാര്യത്തിൽ ഈ ഒരുപാട് ആൾക്കാർ ലോകത്ത് ഈ അക്വയർഡ് നോളജ് ബേസ്ഡ് ആണ്. അതായത് വി കളക്റ്റഡ് ഇറ്റ് ഫ്രം ദ സൊസൈറ്റി, ഫ്രം ദ ടീച്ചേഴ്സ്, ഫ്രം ദ റിലീജിയൻ, ആൻഡ് ദാറ്റ്സ് വാട്ട് വി ബിലീവ്. സോ വെരി ഫ്യൂ പീപ്പിൾ ഗോ ഇൻ ടു ദെയർ ലോജിക്കൽ സൈഡ്. Like you've been exploring. This is very few people do that. They're happy with the acquired knowledge. They don't explore. അപ്പോൾ അവർക്ക് ആ ഒരു മറ്റേ ലെവലിലേക്ക് എത്താൻ പറ്റണില്ല. Where it's yours, because you added your own experience into it, and that knowledge belongs to you. Next level, when you experience it all the time, that's 100% yours. Nobody can take it away from you. Like a person who's experienced in his work. അപ്പോൾ നമുക്ക് ഈ പിന്നെ ഇതിൻ്റെയും ഹയർ ലെവലിലാണ് നമ്മൾ പറയുന്ന കോസ്മിക് കോൺഷ്യസ്നെസ്. കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ യു ആർ ഓൾവേസ് ഇൻ എൻ അവയർനെസ് സ്റ്റേറ്റ്. യു ആർ ബീങ് അവെയർ ഓഫ് എവറിത്തിങ്, യു ഔട്ട്സൈഡ് എവറിത്തിങ്, ആൻഡ് യു ആർ ഇൻ എ പെർപ്പച്വൽ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റാണ് യോഗി സ്റ്റേറ്റ്.
സ്റ്റേറ്റ് ഓഫ് യോഗി. ഓൾവേസ് അവെയർ, ഓൾവേസ് പെർപ്പച്വൽ. ഈവൻ 3 states ഉണ്ടല്ലോ, വേക്കിംഗ്, ഡ്രീം, ഡീപ്പ് സ്ലീപ്പ്, ഒന്നുമില്ല, എപ്പോഴും അവെയർനെസ്സാണ്. ആ 360 ഡിഗ്രീസ് സ്റ്റേറ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു നത്തിങ് ടു ഗിവ്, നത്തിങ് ടു ടേക്ക്. യു ആർ എക്സിസ്റ്റിംഗ് ലൈക്ക് ദ സൺ. ബിക്കോസ് യുവർ പ്രസൻസ് ഈസ് പവർഫുൾ, ഇറ്റ് എമിറ്റ്സ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും സ്റ്റോറി ഓൾറെഡി എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. നൗ പേഴ്സണലി എനിക്ക് അതിനെക്കുറിച്ച് ഉള്ള ഒപ്പീനിയൻ എനിക്ക് സത്യത്തിൽ അറിയില്ല. പക്ഷേ അറ്റ് ദി ഏജ് ഓഫ് 16 ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് മെഡിറ്റേഷൻ ഫ്രം നോവെയർ. എനിക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷേ ഐ സ്റ്റാർട്ടഡ് റീഡിങ് അബൌട്ട് ഇറ്റ്, ലേണിംഗ്, വിഷ്വലൈസേഷനെ കുറിച്ച് പഠിക്കുക. ആൻഡ് ഓൾവേസ് ഐ ട്രാവൽഡ്. ഇപ്പം എൻ്റെ പേഴ്സണലി ഐ ട്രാവൽഡ് ഇൻ എ ജേർണി വിച്ച് മെയ്ഡ് മൈ ലൈഫ് വെരി ഡിഫിക്കൽട്ട്. സിമ്പിളായി പോകാവുന്ന ഒരു അമേസിങ് അറ്റ്മോസ്ഫിയർ. എനിക്ക് ശരിയെന്ന് തോന്നുന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കും, വാട്ട് എവർ ഇറ്റ് ഹാപ്പൻസ്. ആൻഡ് ഐ സ്ട്രോങ്ലി ഫീൽ ദർ ഈസ് സമൺ ഗൈഡിങ് ബിയോണ്ട് വിത്തിൻ എന്നെ. വേറെ എന്തിനോ വേണ്ടി എന്നെ ഗൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനെക്കുറിച്ച് മോഹൻജിയുടെ ഒരു ഫീൽ എന്താണ്? അതിനുണ്ട്. നമ്മൾ വി ആർ എ പ്രൊഡക്റ്റ് ഓഫ് എ ഫ്രീക്വൻസി. ജനിക്കുമ്പോൾ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വാട്ട് പീപ്പിൾ റെക്കഗ്നൈസ് യു ഈസ് ദ ഫ്രീക്വൻസി വിച്ച് യു ആർ എമിറ്റിംഗ്. ദാറ്റ് ചേഞ്ചസ്. ഇപ്പോൾ 10 വയസ്സിലോ 20 വയസ്സിലുള്ള പോലെയല്ല ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള ഫ്രണ്ട്ഷിപ്സ് വരും, ഗൈഡൻസ് വരും. അതേപോലെ ഇപ്പോൾ കമ്മ്യൂണിയൻസ് എന്ന് പറയും നമ്മൾ. ദർ ആർ അൺസീൻ മെറ്റഫിസിക്കൽ കമ്മ്യൂണിയൻസ്. അത് ദാറ്റ്സ് ബിക്കോസ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ നേച്ചർ ഓർ ഇൻ ദ ഈത്തർ. ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് ഇസ് ക്രിയേറ്റഡ്. പക്ഷേ ഞാനിത് പറഞ്ഞില്ലേ, ഒരു സ്റ്റേജിൽ യു ബിക്കം സോ സൈലൻറ്റ് ദറ്റ് യു ആർ ഏബിൾ ടു റിസീവ് മെനി കമ്മ്യൂണിക്കേഷൻസ്. And that communication will be helping you to take the next step, to evolve to the next stage. അത് വരണമെങ്കിൽ ആ റെസെപ്റ്റിവിറ്റി ലെവലിൽ വരണം. So like you are experiencing, see, something guided you to meditation. You may not know who it is. And maybe it is not a human being also. Because that particular stage is expecting you. And you reach there. And then that's over. Then another stage. See, nothing is permanent and nothing is static. In life, nothing is static. Like from a child state, like a 6 inches or something, baby, to what you are now, who grew you? See, ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, എവറിത്തിങ് ഈസ് ഓട്ടോ ജനറേറ്റഡ്. ദർസ് എൻ ഓട്ടോമാറ്റിക് മോഡ്. യൂണിവേഴ്സിനും ഉണ്ട്, നമ്മുടെ ഉള്ളിലെ യൂണിവേഴ്സിനും ഉണ്ട്, നമുക്കും ഉണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നതല്ല ഞാനിപ്പോൾ വലുതാവണമെന്ന്. നമ്മൾ ഒന്നും വിചാരിക്കുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇറ്റ്സ് ഹാപ്പനിങ്. ഇറ്റ്സ് ഓട്ടോ ജനറേറ്റഡ്. അപ്പോൾ ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് അതനുസരിച്ചുള്ള കണക്ഷൻ വരും. അതാണ് ഇപ്പോൾ നമ്മൾ PhD ലെവലിൽ പോകുമ്പോൾ അതിന് പറ്റിയ ടീച്ചർ വരും. 10ാം ക്ലാസ്സിലിരിക്കുമ്പോൾ അത് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഓരോ ലെവലിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബർത്തിനൊരു പോയിന്റ് ഓഫ് ടൈം ഉണ്ട്, ഡെത്തിനൊരു പോയിന്റ് ഓഫ് ടൈം ഉണ്ട്. ലൈഫിന് ഈ ബൗണ്ടറി ഇല്ല. ലൈഫ് ഈസ് ലൈക്ക് ടൈം. ടൈം ഹാസ് നോ എൻഡ്. But time is measured with the sequence of life. Okay. Birth and death boundary. അതുകൊണ്ടാണ് ടൈം ലിമിറ്റഡ് ആയി തോന്നുന്നത്. The moment you leave the body, there's no time. We are beyond time. So this is all part of the game. ആൻഡ് മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു മനുഷ്യന് ഏത് പ്രായത്തിലാണ് വരിക? ബിക്കോസ് എനിക്ക് പേഴ്സണലി ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് ഫ്രം എ വെരി യങ് ഏജ്. എനിക്ക് 20 years ഉള്ളപ്പോൾ ഐ ഈസിലി കണക്ട് വിത്ത് പീപ്പിൾ ഇൻ 30s and 40s. ഇപ്പോൾ when I am in 30, I am very comfortable with people in 40 and 50s. I somehow don't connect with the people. I mean, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഒരു ഡീപ്പ് ലെവൽ ടോക്ക് ഒരു ഇൻ്റലക്ച്വൽ ടോക്ക് എൻ്റെ ഡീപ്പ് തോട്ട്സ് മനസ്സിലാക്കാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും someone who is older than me feels very comfortable. മോഹൻജി എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. അപ്പൊ ആ ഒരു മെച്യൂരിറ്റിക്ക് ഒരു ഏജ് ഉണ്ടോ? ഫിസിക്കൽ ലെവലിൽ വേണം അങ്ങനെ പറയാം, പക്ഷെ എല്ലാ ഓൾഡർ പീപ്പിൾ മെച്യൂർഡ് ഒന്നുമല്ല. അതിപ്പോ നോക്കിയിട്ടുണ്ടോ, ചില വലിയ എഡ്യൂക്കേറ്റഡ് ഹൈ ലെവലിലുള്ള ആൾക്കാര് ചെറിയൊരു ഇൻസിഡന്റിൽ പെട്ടുപോകും, അവർ വീണുപോകും. അങ്ങനെയുണ്ട്. അതായത് ഇന്നാളൊരാളെ പറ്റി പറഞ്ഞു, എത്രയോ PhDs ഉള്ള ആളാണ്, അറ്റോമിക് സയന്റിസ്റ്റൊക്കെ. അയാളുടെ ഗ്രാൻഡ് ചൈൽഡ് മരിച്ചുപോയി. ഇയാൾ കംപ്ലീറ്റ് ഡിപ്രഷനിൽ പോയിട്ട് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റില്ല. അപ്പോൾ ഇത് ചെറുതെന്നല്ല പറയണേ, പക്ഷേ ഇത്രയൊക്കെ വിസ്റ്റമും കാര്യങ്ങളും ലൈഫിൽ ഇതൊക്കെ ഉണ്ടായിട്ടും അയാൾക്ക് സ്റ്റെബിലിറ്റി വന്നിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു വ്യക്തിയുടെ പിന്നെ ഏജോ ഇതൊന്നും ഫാക്ടർ പറയാൻ പറ്റില്ല, ഫ്രീക്വൻസി പറയാം. അതായത് നമ്മളൊരു ഫ്രീക്വൻസിയിൽ വരുമ്പോൾ അതിന് കമ്പാറ്റബിൾ വേറൊരു ഫ്രീക്വൻസി വരുമ്പോൾ നമുക്ക് താതാത്മ്യം വരും.
അതേപോലെ ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് യു ഹാവിങ് എ ബ്യൂട്ടിഫുൾ ഓറ അറൗണ്ട് യു ഓൾവേസ് വെൻ യു ടോക്കിംഗ്. നമുക്ക് അങ്ങനത്തെ ഒരു ഓറ ഉണ്ടാക്കാനായിട്ട് ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ് അത് എംറ്റിനെസ് ഇൻസൈഡ്. അതായത് നമ്മൾ ഫുൾ ബ്രൈറ്റ്നെസ് ആകുമ്പോൾ നമ്മുടെ ഓറയ്ക്ക് ശക്തി വരും. അതാണ് മറ്റുള്ളവർ അടുത്ത് വരുമ്പോൾ അവർക്ക് നല്ല ഫീലിംഗ് വരുന്നതും അവർക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതും. ആൾക്കാർ വന്നിട്ട് നിങ്ങളെ ഹഗ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് ദേ ഫീൽ ട്രാൻസ്ഫോംഡ്, ഒരു ഓവർ ഹോളിംഗ് ഫീലിംഗ്. അതെന്താ കാരണം വെച്ചാൽ യു ഷുഡ് ബി എംറ്റി ഇൻസൈഡ്. മാക്സിമം നമ്മൾ നമ്മുടെ തോട്ട് ബൗണ്ട് അല്ലാണ്ട് ബി ഫുള്ളി എംറ്റി ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ദർ ഇസ് എ പ്യൂരിഫിക്കേഷൻ ഹാപ്പനിങ്. പിന്നെ സെൽഫ്ലെസ് ആക്ടിവിറ്റി, നോട്ട് എക്സ്പെക്റ്റിംഗ് ഫ്രം പീപ്പിൾ ഓർ നോട്ട് ഹാവിങ് ടു മച്ച് എക്സ്പെക്റ്റേഷൻസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ എനർജി പവർഫുൾ ആവും. ദാറ്റ് ഈസ് യുവർ ഇമ്മ്യൂണിറ്റി ഓൾസോ. ഓക്കെ. വൺ മാസ്റ്റർ മൈൻഡ് മൊമെന്റ് ഇൻ യുവർ ലൈഫ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ ഒരു മൊമെന്റ് ഇൻ യുവർ ലൈഫ്. ബ്രേക്കിംഗ് അപ്പ് മോഹൻജി ഫാക്ടർ. അത് ലൈഫിൽ ഒരു പോയിന്റിൽ വന്നു. ഒരു ദിവസം രാവിലെ ഐ വാസ് പ്രാക്ടീസിങ്, സഡൻലി ദിസ് തോട്ട് കെയിം, വാട്ട്സ് എ ബിഗ് ഡീൽ അബൌട്ട് മോഹൻജി? Why am I investing so much on maintaining a personality while it is temporary? It broke down, shattered to pieces. അതിനുശേഷം എനിക്ക് പക്ഷെ അത് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ ലൈഫിൽ വന്നു. ഐ സംടൈംസ് ഫോർഗെറ്റ് മൈ നെയിം, ഐ ഫോർഗെറ്റ് മൈ സിഗ്നേച്ചർ. അങ്ങനെ ഒരു ടർബുലൻറ്റ് ടൈംസ് ഉണ്ടായി ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ആ ഡിപ്പെൻഡൻസി ഓൺ മൈ പേഴ്സണാലിറ്റി ഇല്ലാണ്ടായപ്പോൾ ഹ്യൂജ് ഫ്രീഡം കെയിം ഇൻസൈഡ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഏത് സമയത്ത് കാണുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരുപാട് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും, മാസങ്ങൾ കൊല്ലങ്ങളുണ്ടാവും. പക്ഷേ യു ഡോണ്ട് ഫീൽ ദ ഡിസ്കണക്ഷൻ. ശ്രദ്ധിച്ചോ? ദാറ്റ് ഈസ് ബിക്കോസ് ദ മോഹൻജി ഫാക്ടർ ഇസ് നോട്ട് ദെയർ. ഐ എം നോട്ട് കൗണ്ടിങ് വെൻ വി മെറ്റ്. സോ വെൻ വി മീറ്റ് ഇറ്റ്സ് ലൈക്ക്, ഓ യെസ്റ്റർഡേ വി മെറ്റ്, ബട്ട് ആക്ച്വലി months have gone. So much of time has lapsed. But that continuity you feel because emptiness is the cause. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ഡയമെൻഷണൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയാം. ഒരു മോഹൻജി ഫാക്ടറിന് വാല്യൂ ഇല്ലാണ്ടായി. വാട്ട്സ് ദ ബിഗ് ഡീൽ അബൌട്ട് എ പേഴ്സണാലിറ്റി വിച്ച് യു ആർ ട്രൈങ് ടു നേർച്ചർ ഓൾ ദ ടൈം? ഞാൻ എന്നുള്ളൊരു ഫീല്, ഞാൻ ആ പേഴ്സണാലിറ്റിയുടെ അതിൻ്റെ ഒരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ല അങ്ങനെ വന്നപ്പോൾ, ദെൻ ഐ എം ഫ്രീ, ദെൻ എവറിഥിങ് ബിക്കേം ഈസി. അപ്പം ഞാനൊരു ചെറിയ കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിലും ഒരു അറ്റോമിക് സയൻറ്റിസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിലും ഐ എം ദ സെയിം. ബിക്കോസ് ദർ ഇസ് നോ മോഹൻജി ഫാക്ടർ ടു ട്രൈങ് ടു പ്രൂവ് സംതിങ് ടു എനിബഡി. What is something you want to tell about how to live a happy life? One of the factors which is very essential is self-belief. See, you can believe in anything you like outside, but we must know that they are not permanent. And there is room for disappointment. But if you believe in yourself and you accept your changes, your growths, your feelings, your emotions, everything as it comes and goes, okay, this is what I am today, this is how it is. So the more you are in tune with yourself, life will become more and more effective. Because we are not a static being. It's always waves, up and down. Every day brings forth different feelings, different emotions, different notions, concepts, or so many things, confusions as well. But at that point in time, that's what you are. Instead of resisting or denying, saying that's not me, have that fully. Okay, today I am confused. So what? Another day is full of clarity. That's good. So like that, do not discriminate, do not judge, do not segregate or analyze. Just take it as it comes. And then eventually you will feel that you are very powerful, you are riding the horse well. So self-belief is the main thing here. Okay. If you can't believe in yourself, what else can you believe in? Okay. For me personally, when I was in search for happiness, I realized letting go of lot of things from our mind, lot of things actually helps us to become happier rather than, to get things. So I realized Unlearning. Yes. Yeah, because we have eaten a lot of concepts. Correct. We thought which is real. But let me tell you one thing. Whatever we cannot experience is useless for us. Okay. What is use of a theory in your mind? That theory is not going to earn you any bread or butter. Exactly. But whatever you can experience makes you a better person. Exactly. Experience is the only thing which is real in life. Other things are all nonsense, garbage in the mind. Okay. So I just want to gift you a small book which is Happy List. Yeah. With minimalistic life, how we can be happy. To Yes. read and let me know your review. Beautiful. Yeah.
And thank you so much, Mohanji. I just Thank had you. an amazing time. I think I took little more time of yours, but I'm very happy. Thank you. Beautiful knowledge, beautiful wisdom. Thank you so much. Thank you so much. I'm happy to be here. Thank you so much.